ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യായാമത്തിൽ നമുക്ക് ഒന്നിച്ച് കടന്നു വരുവാനൊക്കെ ഉള്ള സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തന്ന വലിയ കൃപയെ ഓർത്ത്, കരുണയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക നാളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതനുസരിച്ച് മനോഹരമായിരിക്കുന്ന ഈ ദിവസം നമുക്ക് കടന്നു വന്നു. ഇന്ന് രാത്രിയിൽ നമുക്കുള്ള സമയം പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നമ്മൾ ഒരുമനപ്പെട്ട കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൂട്ടത്തെ വഹിച്ചുകൊണ്ട് ജിതിൻ പാസ്റ്റർ പ്രാർത്ഥിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ വയ്യ വേളയിൽ നമുക്കളായി ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങൾക്ക് ഈ ഭവനത്തിന്റെ തണലിൽ ഒരുമിച്ച് കൂടുവാൻ അങ്ങൊരുക്കിയ നല്ല സമയത്തിനായി സ്തോത്രം. കടന്നു വന്ന പ്രിയപ്പെട്ടവരെല്ലാവരും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യാത്രയിലൊക്കെ ദൈവസ്ഥാനത്ത് കൂടിയിരുന്ന് ക്ഷമത്തോടെ അങ്ങ് കൂട്ടി വരുത്തിയല്ലോ. ഇന്ന് രാത്രിയിലും അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുവാനൊക്കെ അഭിഷിക്തന്മാരെ കർത്താവ് സഹായിക്കണം. മീറ്റിംഗിന്റെ ആദ്യയുടെ അവസാനം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ നിറയ്ക്കുമാറണമേ എന്നവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ചുറ്റുപാടിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് തടസ്സമായി, ദൈവപ്രവൃത്തിക്ക് തടസ്സമായി ഒരന്ധകാര ശക്തിയോ ഒരു മാനുഷികരമോ ഒരുവൻ അനുവദിക്കാതെ ദൂതസഞ്ചയനത്തിന്റെ കാവലെന്ന് രാത്രി ഞങ്ങളോട് ഉണ്ടാകുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴിയാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. തക്ക സമയത്ത് അവരെയും കൂട്ടി വരുത്തുമാറണമേ. നാടിന്റെ പ്രദേശത്ത് നിന്ന് യാത്ര ആരംഭിച്ച് ക്ഷമത്തോടെ എത്തിച്ചേർന്ന എല്ലാവരും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. വിശേഷാൽ കർത്താവ് ഇന്ന് പോലെ ഈ വേളയിൽ കൂടുവാൻ മുഖാന്തരമായ കാര്യങ്ങളെല്ലാം കർത്താവ് അറിയുന്നല്ലോ. ആമേൻ. അഞ്ചാം നടക്കുന്ന വിവാഹ ശുശ്രൂഷയ്ക്കായി ആമേ പ്രിയപ്പെട്ടവരൊക്കെ ഒരുമിച്ച് കൂടി ഇന്ന് രാത്രി കർത്താവേ ഞങ്ങളുടെ സന്നിധിയിൽ ആമേൻ ആ വിഷയങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ അടുത്തു വരുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവിനെ സന്നിധിയിൽ നിറയ്ക്കണം. മഹത്വം പങ്കെടുക്കണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കും. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ വീണ്ടും അറിയിക്കട്ടെ. ദൂതന്മാരാൽ സറാഫുകളാൽ ആരാധിക്കപ്പെടുന്ന നമ്മുടെ ദൈവത്തെ പ്രൈസ് ദി ലോർഡ് നമുക്ക് വീണ്ടും ഈ വൈകിയ ചേർന്ന് പാടി ആരാധിക്കാം. നമ്മുടെ ദൈവം പരിശുദ്ധനാകിയാൽ സകല സ്തോത്രത്തിനും സകല സ്തുതികൾക്കും യോഗ്യനായ കർത്താവിനെ, അവൻ പരിശുദ്ധനാകിയാൽ നമ്മുടെ ദൈവത്തെ നമുക്ക് വീണ്ടും സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ കുഞ്ഞാടുനീ സകല നാമം പാടുന്നു. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ. ദൈവം പരിശുദ്ധൻ, പ്രൈസ് ദി ലോർഡ്. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർന്ന് പാടാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൂതരും സർവസൃഷ്ടികളും വാഴ്ത്തുമേക ദൈവമേ, സകല നാമം പാടുന്നു. ദൈവം പരിശുദ്ധൻ. ചേർന്ന് പാടാം. ദൂതരും സർവസൃഷ്ടികളും വാഴ്ത്തുമേക ദൈവമേ, സകല നാമം പാടുന്നു. ദൈവം പരിശുദ്ധൻ. യേശു പവിത്ര है, യേശു പവിത്ര है, യേശു पवित्र है, मेरा यीशु पवित्र है।
सुबह ये गाएगी यीशु पवित्र है। धन्य धन्य यीशु नाम स्तुति की योग्य यीशु नाम। हर एक सुबह ये गाएगी यीशु पवित्र है। ദൈവം പരിശുദ്ധൻ ചെന്ന് പാടാം. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, നമ്മൾ ദൈവം പരിശുദ്ധൻ എന്ന് ആർക്കുന്നത് കൊണ്ടല്ല നമ്മുടെ ദൈവം പരിശുദ്ധനായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സകലത്തിന്റെ ഉടയവനായ ദൈവം നമ്മെല്ലാ നാളും അവന്റെ പൊന്ന് കരം കൊണ്ട് നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവിന്റെ കരം കുറുകിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മെ ഓരോ ദിവസവും അവന്റെ ഭുജബലത്താൽ നടത്തുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവേ നിന്റെ ഇമ്പസ്വരത്താൽ എന്നെ നയിക്കണമേ എന്നുള്ള ഒരു പുതിയൊരു പാട്ടാണ് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നിന്നെ നടത്തും ആ പൊന്നു കരമോ ഓരോ നാടിലും കൂറുകിട്ടില്ല. നിന്നെ നടത്തും ആ പൊന്നു കരമോ ഓരോ നാടിലും കൂറുകിട്ടില്ല. ഈ ശബ്ദം കേൾക്കുന്ന ഒരു കാതിരിക്കുണ്ട്, ഒരു നാടും സ്വന്തമാകില്ല. ഈ ശബ്ദം കേൾക്കുന്ന ഒരു കാതിരിക്കുണ്ട്, ഒരു നാടും സ്വന്തമാകില്ല. ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ട്, ഇന്നുവരെയും അത് കുറഞ്ഞു പോയിട്ടില്ല. എല്ലാത്തിനും നീക്കുന്ന ജീവനദി ഉണ്ടെന്ന് ഒരു നാളും പറ്റിപ്പോകില്ല. കർത്താവ് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാടിൽ പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നത് വീണ്ടും അവനെ പാടി സ്തുതിക്കാം. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും വരെയും അത് കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും വരെയും അത് കുറഞ്ഞിട്ടില്ല.
നദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകയില്ല. ആമേൻ. എൻ തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശുവിന്റെ നാമം. Praise the Lord. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നതും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അനേക വാതിലുകൾ നാം മുട്ടുമ്പോൾ, അനേക സ്ഥലങ്ങളിൽ ചാരുവാൻ നാം ചെല്ലുമ്പോൾ കർത്താവ് നമ്മോട് ഫ്രീ ആയിട്ട് പ്രോമിസ് ചെയ്യുന്നു. Praise the Lord. ഹല്ലേലൂയ. അവൻ ഒരിക്കലും വാതിലടക്കിയില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സംഗീതമുണ്ട്, ഓരോ നാടിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സംഗീതമുണ്ട്, ഓരോ നാടിലും വാതിലടയുകില്ല. തല ചായ്പാ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ തല ചായ്പാ ഒരു മാർവിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ അഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. Praise the Lord. എന്റെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ആമേൻ. സിക്രെ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: സെരുബാബേലിനോടുള്ള അരുളപ്പാട്, സൈന്യത്താലെയല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്തു. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആറ്, നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ 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 എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതങ്ങളെ കർത്താവെ അതിജീവിക്കുവാനുള്ള ദൈവികമായ ശക്തി, കൃപ ആമേൻ എന്റെ ജീവിതത്തിന്മേൽ കർമ്മേലിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയതുപോലെ അസ്ഥിയുടെ താഴ്വരയിൽ ദൈവപ്രവൃത്തി നടത്തിയത്. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ജീസസ്. ആമേൻ. സെരുബാബേലിൻ മുൻപിൽ പർവ്വതമേ, നീ സമഭൂമിയായിടും നിശ്ചയമാ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മശക്തിയാലെന്ന്. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മശക്തിയാലെന്ന്. സെരുബാബേലിൻ മുൻപിലെ പർവ്വതമേ, കർമ്മേലിൻ മലമുകളിൽ എലിയാവെ പോലെ ഞാൻ. കർമ്മേലിൻ മലമുകളിൽ
ഏലിയാവെ പോലെ ഞാൻ ആത്മശക്തിയാലെ പ്രാർത്ഥിച്ചിടുമ്പോ തീ കൊണ്ട് ഉത്തരമരുളിടുമേ. ഓ ആത്മശക്തിയാലെ പ്രാർത്ഥിച്ചിടുമ്പോ തീ കൊണ്ട് ഉത്തരമരുളിടുമേ. സെരുബ്ബാബേലിൻ മുൻപിലെ പർവ്വതമേ നീ സമഭൂമിയായിടും നിശ്ചയമാ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മശക്തിയാലെന്ന്. ഓ സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മശക്തിയാലെന്ന്. സെരുബ്ബാബേലിൻ മുൻപിലെ പർവ്വതമേ അസിയിൽ താഴ്വരയിൽ എഗസ്ത്യവെ പോലെ ഞാൻ അസിയിൽ താഴ്വരയിൽ ഗ്ലോറി എഗസ്ത്യവെ പോലെ ഞാൻ ആത്മശക്തിയാലെ പ്രവചിച്ചിടുമ്പോ അസ്ഥികൾ സൈന്യമെഴുന്നേൽക്കുമേ. ആത്മശക്തിയാലെ പ്രാർത്ഥിച്ചിടുമ്പോ അസ്ഥികൾ സൈന്യമെഴുന്നേൽക്കുമേ. സെരുബ്ബാബേലിൻ മുൻപിലെ പർവ്വതമേ സമഭൂമിയായിടും നിശ്ചയമാ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മശക്തിയാലെന്ന്. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മശക്തിയാലെന്ന്. സെരുബ്ബാബേലിൻ മുൻപിലെ പർവ്വതമേ കാരാഗൃഹത്തിൻ നടുവിൽ പൗലോസിനെ പോലെ ഞാൻ ചേർന്ന് പാടാം. കാരാഗൃഹത്തിൻ നടുവിൽ പൗലോസിനെ പോലെ ഞാൻ ആത്മശക്തിയാലെ ആരാധിച്ചിടുമ്പോൾ ബന്ധനമെല്ലാം അഴിഞ്ഞേടുമേ. ഗ്ലോറി ആത്മശക്തിയാലെ ആരാധിച്ചിടുമ്പോ ആമേ ബന്ധനമെല്ലാം അഴിഞ്ഞേടുമേ. സെരുബ്ബാബേലിൻ മുൻപിലെ പർവ്വതമേ സമഭൂമിയായിടും നിശ്ചയമാ. ആമേ സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മശക്തിയാലെ. ഗ്ലോറി സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മശക്തിയാലെ. സെരുബ്ബാബേലിൻ മുൻപിലെ പർവ്വതമേ കർമ്മേലിൻ മലമുകളിൽ ഏലിയാവെ പോലെ ഞാൻ. കർമ്മേലിൻ മലമുകളിൽ ഏലിയാവെ പോലെ ഞാൻ ആത്മശക്തിയാലെ പ്രാർത്ഥിച്ചിടുമ്പോ തീ കൊണ്ട് ഉത്തരമരുളിടുമേ. ആമേൻ ആത്മശക്തിയാലെ പ്രാർത്ഥിച്ചിടുമ്പോ തീ കൊണ്ട് ഉത്തരമരുളിടുമേ. സെരുബ്ബാബേലിൻ മുൻപിലെ പർവ്വതമേ സമഭൂമിയായിടും നിശ്ചയമാ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മശക്തിയാലെ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മശക്തിയാലെ. സെരുബ്ബാബേലിൻ മുൻപിലെ പർവ്വതമേ സമഭൂമിയായിടും നിശ്ചയമാ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മശക്തിയാലെ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിനാത്മശക്തിയാലെ. സെരുബ്ബാബേലിൻ മുൻപിലെ പർവ്വതമേ ജീവം നീ തന്നെയാ. എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ. എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ എൻ ഹൃദയത്തെ കവർന്നോനേ. ചേർന്ന് പാടാമോ? യേശുവേ എൻ ഹൃദയത്തിനുടയോനേ എൻ ഹൃദയത്തെ കവർന്നോനേ.
വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. ഓ, കണ്ണുനീർ തുടയ്ക്കൂ യേശുനാഥനെ, മാറനാഥ മാറനാഥ. ഗ്ലോറി, കണ്ണുനീർ തുടയ്ക്കൂ യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. ആമേൻ ആമേൻ ആമേൻ. നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. കണ്ണുകളാൽ കാണുമേ, കണ്ണുകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനെ. ചെറുപാടാ. കണ്ണുകളാൽ കാണുമേ, കണ്ണുകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനെ. ആമേൻ ആമേൻ. സുന്ദര രൂപനെ, വന്ദിതനാഥനെ, മാറനാഥ മാറനാഥ. ആമേൻ. സുന്ദര രൂപനെ, വന്ദിതനാഥനെ, മാറനാഥ മാറനാഥ. ആമേൻ. സുന്ദര രൂപനെ, വന്ദിതനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. ആമേൻ ആമേൻ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. ആമേൻ ആമേൻ ആമേൻ. 1000 വാക്കുകൾ മിണ്ടിയാൽ പോരായി, വന്ദനമെന്നേശുവേ. 1000 വാക്കുകൾ മിണ്ടിയാൽ പോരായി, വന്ദനമെന്നേശുവേ. ദിനംതോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. ആമേൻ. ദിനംതോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ. ആമേൻ ആമേൻ. ദിനംതോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. ചേർന്ന് പാടാ. ദിനംതോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. ആമേൻ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. ആമേൻ ആമേൻ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയത്തിൽ നിന്നെ തന്നെയാ. ഓ ആമേൻ ആമേൻ. യേശുവേ, ഹൃദയത്തിലൂടെയോടി, ഹൃദയത്തെ കവർന്നോടി. യേശുവേ, ഹൃദയത്തിലൂടെയോടി. ഹൃദയത്തിൽ കൂടെ ഓടേ, ഹൃദയത്തിൽ കവർന്നോടേ. യേശുവേ, ഹൃദയത്തിലൂടെയോടേ, ഹൃദയത്തെ കവർന്നോടേ. യേശുവേ, ഹൃദയത്തിലൂടെയോടേ, ഹൃദയത്തെ കവർന്നോടേ. യേശുവേ, ഹൃദയത്തിലൂടെയോടേ, ഹൃദയത്തെ കവർന്നോടേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യായാമത്തിൽ നമുക്ക് ഒന്നിച്ച് കടന്നു വരുവാനൊക്കെ ഉള്ള സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തന്ന വലിയ കൃപയോർത്ത് കരുണയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഏപ്രിലാണ് കുഞ്ഞമ്മ ശാരീരികമായിട്ടുള്ള പ്രയാസം, നടക്കാനൊക്കെ പ്രയാസം കാരണം കട്ടിലിൽ ഇരിക്കുമ്പോൾ
പല മെസ്സേജുകൾ പലരുടെയും കടന്നു വന്നു. അങ്ങനെയാണ് അച്ഛന്റെ മെസ്സേജ് കണ്ടത്. അതിൽ കടന്നപ്പോൾ അങ്ങനെയാണ് സുബിൻ പാസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ 1 വർഷത്തിലധികമായി കമ്പസ് മിനിസ്ട്രീസുമായിട്ട് ഞങ്ങൾക്ക് ബന്ധപ്പെടുവാനും അതിൽ തുടർച്ചയായിട്ട് പങ്കെടുക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അനേകരുടെ വിഷയങ്ങൾ ഞങ്ങൾ അവർക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും പങ്കെടുക്കുവാനും പ്രാർത്ഥിപ്പാനും എല്ലാം തന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ആ ശുശ്രൂഷയിൽ ഉള്ളതായിട്ടുള്ള കുടുംബങ്ങളെ കണ്ടുമുട്ടുവാൻ ദൈവം ഇടയാക്കി. പ്രിയ സോമപാസ്റ്ററേയും കുടുംബത്തെയും അനേക വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് അറിയാമായിരുന്നെങ്കിലും ഇതിന് ശേഷമാണ് കൂടുതലായിട്ട് പരിചയപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഇവിടെ ഒരു ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ, ശക്തമായ നിലയിൽ നടക്കുന്ന എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കഴിയുന്നിടത്തോളം ഞങ്ങൾ കൂടി വന്ന് കടന്നു വരുവാൻ, പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം ഇടയാക്കി തരുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ വർഷം സെവിൻ പാസ്റ്ററും കുടുംബവും മെയിലോ ജൂണിലങ്ങോട്ട് കടന്നു വന്നിരുന്നു. ഞങ്ങൾ കാണുവാൻ, കൂട്ടായി വിനിയോഗിക്കാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് കർത്താവിന്റെ ദാസൻ യു പാസ്റ്ററും കുടുംബമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഇവരെല്ലാം കടന്നു വന്നത് ഇവിടുത്തെ ഈ മീറ്റിങ്ങിന് വേണ്ടിയല്ല, ഇത് അവരുടെ ഒരു ഭാഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സോമപാസ്റ്റർ ജോമയുടെ 2ാമത്തെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ ഹിതമായാൽ തിങ്കളാഴ്ച 5-ാം തീയതി നെരുള്ളിൽ വെച്ച് നടക്കും. അതിലേക്ക് പങ്കെടുക്കുവാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അവര് ക്ഷണിച്ചിട്ടുണ്ട്. നമുക്ക് തന്ന നല്ലൊരു സുദിനം, നല്ലൊരു സമയം. അപ്പോൾ കർത്താവിന്റെ ദാസന്മാർ നാട്ടിൽ നിന്ന് കടന്നു വന്നപ്പോൾ നമുക്ക് ഒന്നിച്ചിരുന്ന് ദൈവമക്കൾക്ക് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു അനുഭവമാണ് ഒന്നിച്ചിരുന്ന് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ നമുക്ക് ഒന്നിച്ചു കൂടി വരുവാൻ ഇടയാക്കിയ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സിനിമാസ്റ്ററേയും കുടുംബത്തെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സിനിമാസ്റ്റർ വാൽസിന്റെ പിതാവിനെയും മാതാവിനെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ശാരീരിക ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ മധ്യത്തിൽ കർത്താവിന്റെ ദാസൻ കടന്നു വന്നു. വളരെ 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 സന്തോഷമുണ്ട്. ദൈവം ധാരാളമായിട്ട് ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ. യു പാസ്റ്റർ കുടുംബത്തിനായിട്ട് സ്തോത്രം, കുഞ്ഞോം പാസ്റ്റർക്കായിട്ട് സ്തോത്രം. ധനദാസൻ ജാംനഗറിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നത് നെറൂളിലാണ് കുടുംബമെങ്കിലും ധനദാസൻ വിവാഹത്തോടനുബന്ധിച്ച് ഇന്നലെ പ്രഭാതത്തിൽ കടന്നു വന്നു. ജിതൻ പാസ്റ്റർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആന്റണി ചാനയുടെ സ്തോത്രം. ഇടയ്ക്ക് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വരികയും നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാനൊക്കെ അവസരമുണ്ട്. എൻ്റെ മകനും പാസ്റ്ററാണ്, കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. ദാസനെയും കുടുംബത്തെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സുജാമയുടെ സഹോദരനും കുടുംബവും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. മോനിടയ്ക്ക് വന്നിട്ടുണ്ട്, പിള്ളേരിടയ്ക്ക് വന്നിട്ടുണ്ട്. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, സാമുണ്ട്, എവലുണ്ട്, എൻ്റെ മോനുമുണ്ട്. ഇവിടുത്തെ സ്ഥലത്തിന്റെ പരിമിതി മൂലം ആണ് അവര് അകത്തിരിക്കുന്നത്. ഇനിയും ചില പ്രിയപ്പെട്ടവർ കടന്നു വരാനുണ്ട്. ചെമ്പലച്ചാനും ഞങ്ങളുടെ ഏറ്റവും ദൂരെയുള്ള വ്യക്തിയാണ്, നെയ്ബർ, ഏറ്റവും അടുത്തുള്ള ചെമ്പലച്ചാൻ നെക്സ്റ്റ് ഡോറാണ്. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇനിയും നമ്മുടെ കുടുംബങ്ങളെല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തോമച്ചാനും അമ്മാമയുണ്ട്. സുനിൽ പാസ്റ്റർ ഞങ്ങൾ വിട്ടുപോയിട്ടില്ല. കർത്താവിന്റെ ദാസനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. 5 ദിവസം നേരത്തെ വന്ന് നിങ്ങളെ സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. എല്ലാത്തിനായിട്ടും ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ഇന്ന് രാത്രിയിൽ നമുക്കുള്ള സമയം പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മൾക്ക് അല്പം തടസ്സമൊക്കെ നേരിട്ട് അതിന്റെ യാത്രാ ക്ലേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ടോളിയാൻറ്റി ഓൾറെഡി അവിടുന്ന് താനയിലിറങ്ങി ടാക്സിയിൽ കയറി യാത്രയാകുന്നുണ്ട്. നമുക്ക് സന്തോഷത്തോടെ ദൈവം ഒരുക്കിയതിനായിട്ട് സ്തോത്രം. അവരുടെ കൂടെ അക്കമ്പനി ചെയ്യാൻ ഒരു കൂട്ടുകാരനുണ്ട്, നമ്മൾ ഡയറക്റ്റായിട്ട് ഇവിടെ എത്തിച്ചോളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ അഭിഷിക്ത ദാസനെ ദൈവം അവിടുന്ന് ശക്തീകരിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷിബു പാസ്റ്റർ നമുക്ക് വേണ്ടി കൂട്ടത്തെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമേറിയ നല്ല രാത്രിക്കായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ഭൃത്യൻ്റെ ഭവനത്തിൽ ക്രമീകരിക്കപ്പെട്ട ഈ മീറ്റിങ്ങിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കേരളത്തിൻ്റെ പലയിടങ്ങളിലായി കടന്നു വന്നിരിക്കുന്ന കർത്തൃദാസന്മാർ, അനേക ദൈവമക്കളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് തലവണക്കപ്പെട്ട ഓരോ ജീവിതങ്ങളെയും സർവശക്തന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തന്റെ പൃച്ഛന കുടുംബവും കർത്താവിൽ ആശ്രയിച്ച് ക്രമീകരിക്കപ്പെട്ട ഈ മീറ്റിംഗിന്റെ കർത്താവേ അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനാണ് കർത്താവെ മീറ്റിംഗിന്റെ വാതിൽ തുറന്നതെങ്കിൽ അതിന്റെ മേൽ ദൈവത്തിന് നിയോഗമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവെ, അങ്ങ് അറിയാത്തവരാരും ഇന്ന് രാത്രിയുടെ കടന്നു വന്നിട്ടില്ല. കടന്നു വന്ന ജീവിതങ്ങളോട് ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെടുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് വെളിപ്പെടുവാൻ, ജീവിതങ്ങളത് അനുഭവിപ്പാൻ ഇടയായി തീരണം. തകർന്ന ഹൃദയത്തോട് ദൈവാത്മാവ് ഇടപെടുമാറാകണം. തകർന്നിരിക്കുന്ന ഹൃദയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമേ. ഇന്ന് രാത്രി കടന്നു വന്നവരാരും നിരാശയോടെ മടങ്ങി പോകുവാൻ എന്റെ ദൈവം അനുവദിക്കരുത്. വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി അത് വെളിപ്പാടായി, ദൈവശബ്ദമായി, അത് രോഗസൗഖ്യമായി, അത് വിടുതലിന്റെ സാന്നിധ്യമായി ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകല അന്ധകാര മണ്ഡലങ്ങളെയും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിന്റെ മേൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആദ്യോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഇതിനെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്ഷണിക്കപ്പെട്ട ദൈവദാസന്മാർക്കായി സ്തോത്രം. ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം. തിരുവചനമായി കടന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ കേൾക്കുന്ന ദൈവശബ്ദം കർത്താവേ ഓരോ ജീവിതങ്ങളെ സ്പർശിക്കുവാൻ, ഓരോ ജീവിതങ്ങളെ അത് വിടിവിക്കുന്നതായി തീരുവാൻ ദൈവാത്മാവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ കർത്താവേ ഹല്ലേലൂയ ആമേൻ ഞാൻ കർത്താവെ സ്തുതിക്കുന്നു. പ്രിയ അമ്മാമയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൈതലിനെ ഓർക്കുന്നു. അവരെ കുടുംബമായി സ്വർഗം അനുഗ്രഹിക്കണം. ഇതാണ് എല്ലാ ശുശ്രൂഷകളെയും സ്വർഗം അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രത്യേകമായിട്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ദാസൻ നിബു പാസ്റ്ററാണ്. നിബു പാസ്റ്ററിനെ ഹാർദവമായിട്ട് ഞങ്ങളുടെ ചെറിയ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ചായിരിക്കാൻ ദൈവം തന്ന വലിയ സൗഭാഗ്യത്തെ ഓർത്ത്, കൂട്ടായ്മ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗം അനുസരിച്ച് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മളോട് പങ്കുവയ്ക്കും. കർത്താവിന്റെ ദാസനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. കർത്താവിന് മഹത്വം. വളരെ സന്തോഷത്തോടെ ഞങ്ങൾക്കും ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ സ്തുതിപ്പാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ മാനസികമായ സന്തോഷത്തോടു കൂടെയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇന്ന് പ്രഭാതത്തിൽ ഏകദേശം 10 മണിയായ സമയത്ത് കേരളത്തിൽ നിന്ന് യാത്ര തിരിച്ച് ഇവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. പ്രത്യേകിച്ച് കോമ്പസ് ഫാമിലിയുടെ എല്ലാ വിധത്തിലുള്ള ആശംസകളും ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. ഇങ്ങനെ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് ഒരവസരം ഒരുക്കിയത് കോമ്പസ് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സിബിൻ അവറുകൾ അദ്ദേഹത്തിൻ്റെ കുടുംബം മാതാപിതാക്കളോട് ചേർന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ കടന്നു വരുവാൻ ദൈവം ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള ദൈവമക്കൾ, പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ പ്രിയ ഷാജി അച്ഛൻ അവറുകൾ, അതുപോലെ തന്നെ ഞങ്ങളെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് ഞങ്ങൾ കടന്നു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കർത്താവിന്റെ ദാസൻ പ്രിയ സോമൻ ഭാഷ കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ്റെ അവിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ കടന്നു വരുവാനുള്ള ഒരു താല്പര്യമുണ്ടായി. ഞങ്ങളോട് പലരും നാട്ടിൽ നിന്ന് ചോദിച്ചു, നിങ്ങൾ ആരുടെ വിവാഹത്തിന്, നിങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിനാണോ പോകുന്നതെന്ന്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അതിന് മറുപടി പറഞ്ഞത് അതെ, അങ്ങനെ തന്നെയാണ് എന്നുള്ള ഒരു ആത്മീയ അന്തരീക്ഷം കർത്താവിൻ്റെ ദാസനും കുടുംബവുമായി കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം ഞങ്ങൾക്ക് നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ ബഹുമാനി കുഞ്ഞുമോൻ ഭാഷ, ഞാൻ അങ്ങനെ പേര് പറഞ്ഞാൽ ദൈവദാസൻ മജീദിൻ ഭാഷ ഉൾപ്പെടെ എല്ലാവരുടെയും പേര് പറഞ്ഞ് ശിവഭാഷ അങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് സുനിൽ ഭാഷയുടെ വീട്ടിലാണ് ഞങ്ങൾ ഈ സമയങ്ങളൊക്കെ ചെലവഴിച്ചത്. അങ്ങനെ ദൈവദാസന്മാരുടെ വലിയൊരു നിര നമ്മുടെ മധ്യ ഉള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഈ സമയം മറ്റാരെങ്കിലും ശുശ്രൂഷിക്കാനും ഞാൻ കർത്താവിൻ്റെ ദാസന്മാരോട് ഓർപ്പിച്ചതാണ്. എന്നാൽ എനിക്കാണ് ആ ഒരു അവസരം കിട്ടിയത്. അതോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ 2018 ഒരു മധ്യഭാഗം അല്ലേ, ആ സമയത്താണ് 19 ഒരു മധ്യഭാഗത്തോടു കൂടെയാണ് കൊറോണയുടെ വ്യാപനം ശക്തമായി വ്യാപരിക്കുന്നത്. 2020 മീനങ്ങാടിയിലുള്ള ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭ
മീനങ്ങാടി ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയിൽ ഞങ്ങൾ ചില വർഷങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ കർത്താവ് കൃപ നൽകി. മീനങ്ങാടി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭാഗമായ വയനാടിൻ്റെ ഏറ്റവും ബോർഡറായിട്ടുള്ളൊരു സ്ഥലമാണ് മീനങ്ങാടി. അവിടെ ഞങ്ങൾ ശുശ്രൂഷിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സിബിൻ അവറുകൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീട് വയനാട്ടിലാണ്, മീനങ്ങാടിയിൽ. നമ്മുടെ സഭയുടെ സെക്രട്ടറിയാണ് പ്രിയ പീറ്റർ ചായന് അവാത്സല്യ കുടുംബം. അങ്ങനെ അവിടെ നടന്ന ഒരു ഫ്യൂണറൽ സർവീസിൻ്റെ അവസാനം വൈകിട്ടൊരു മീറ്റിംഗ് ക്രമീകരിക്കാൻ കർത്താവിൻ്റെ ദാസനുമായി ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഈ സൂമിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയുവാനിടയായിത്തീർന്നത്. അങ്ങനെ അന്ന് വൈകിട്ട് അങ്ങനെ ഒരു പ്രയർ ആരംഭിച്ചു. ക്രമേണ അത് നിന്നു പോകാതെ മുൻപോട്ട് പോകാൻ ദൈവം ഇടയാക്കി. അതിന് ഉത്സാഹിച്ചത് സിബിൻ പാസ്റ്ററാണ്. പ്രൈസ് ദി ലോർഡ്. ആ പ്രാർത്ഥന വളരെ ശക്തമായി പ്രാർത്ഥിച്ച് കുറച്ച് ആ സഭയിലെ ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ആ മീറ്റിംഗ് ആരംഭിച്ചത്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഒരു സമയത്ത് പാസ്റ്റർ സിബിൻ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ എന്നാ പിന്നെ ഒരു വചന ശുശ്രൂഷ കൂടെ ആയാലോ. ആദ്യ സമയങ്ങളിൽ ഞങ്ങൾ മാറി മാറി ദൈവവചനം ശുശ്രൂഷിച്ചു, ദൈവദാസന്മാരെ പിന്നീട് ക്ഷണിച്ചു. അങ്ങനെ ആ മീറ്റിംഗ് വളരെ ബൃഹത്തായി തീർന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവർ വളരെ താല്പര്യം പറഞ്ഞു. ഇടയ്ക്ക് കൊറോണയുടെ ആ വ്യാപനമൊക്കെ ഒന്ന് തീർന്നപ്പോൾ സിബിൻ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇനി ഇങ്ങനെ തുടരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല, കാരണം ചർച്ചകളെല്ലാം തുറന്നല്ലോ. പാസ്റ്ററിനോട് പറഞ്ഞു, ആട്ടെ പാസ്റ്റർ എന്നാൽ അങ്ങനെ നോക്കാം. അന്ന് വൈകിട്ട് വീണ്ടും പുള്ളി ആ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ എറണാകുളത്തേക്ക് വന്നു. എപ്പോഴും കയറാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടായി. എങ്കിലും ഒറ്റയ്ക്ക് ആ ദൈവദാസൻ ആ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുവാനിടയായി തീർന്നു. അദ്ദേഹം പല പ്രാവശ്യം ചോദിക്കും, പാസ്റ്റർ എങ്ങനെയാ മുന്നോട്ട്? ഞാൻ പറയും, പാസ്റ്റർ വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നിർത്തുന്നതാണ് നല്ലത്. പക്ഷേ അദ്ദേഹം രാവിലെയും തുടങ്ങി, പ്രഭാതത്തിലും വൈകിട്ടുമായ മീറ്റിംഗ് മുൻപോട്ട് കൊണ്ടുപോയി. ആ ദൈവദാസന്റെ ഉത്സാഹമാണ് ഇന്ന് ഇത്രയും ദൈവമക്കൾ നമുക്ക് ഒരുമിച്ച് ഞങ്ങൾക്കും ഇവിടെ ബോംബെയിൽ വന്ന് ആമീൻ നിങ്ങളോട് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് കൃപ നൽകിയത്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ സന്തോഷത്തോടു കൂടെയാണ് ആയിരിക്കുന്നത്. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ട്. എല്ലാം അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം എത്ര വലുതാണ്, ദൈവത്തിന്റെ കൃപകൾ എത്ര ആമീൻ നമുക്ക് ധ്യാനിച്ചാൽ മതിവരും. ദൈവത്തിൻ്റെതായ പ്രവർത്തികളെ സ്തുതിച്ച് ആമീൻ ആനന്ദിപ്പാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്ത്. കുഞ്ഞമാൻ ഇത്രയും മനോഹരമായിട്ട് പാട്ട് പാടുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതി, വളരെ ആത്മസാന്നിധ്യം നമുക്ക് ഒരുമിച്ച് അനുഭവിക്കത്തക്ക രീതിയിൽ കർത്താവ് ഒരുക്കുന്ന ഈ മുഖാന്തരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്ത് മുഖമുരകളൊന്നും ദീർഘിപ്പിക്കുന്നില്ല. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ഒരല്പസമയങ്ങൾ ഉണ്ട് എന്ന് പ്രസ്താവിക്കുവാനിടയായി തീർന്നല്ലോ. അതുകൊണ്ട് ഞാൻ മുഖമുരകൾ ദീർഘിപ്പിക്കാതെ പരിമിതമായ സമയങ്ങൾ വേഗത്തിൽ ഒരു ദൈവവചന ഭാഗം നമ്മുടെ ഈ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിന് വെളിയിൽ നമുക്കിങ്ങനെ ഒരു കൂട്ടായ്മ കോമ്പസ് മിനിസ്ട്രിയുള്ള ബന്ധത്തിൽ നമുക്ക് ലഭ്യമായത് ആദ്യമായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് ഒരു മുഖാന്തരമായി ഈ പ്രിയ സോമൻ പാസ്റ്ററുടെ കുടുംബം തീർന്നത് ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, ആ 17-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ പശ്ചാത്തലമാക്കിയാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ദൈവവചനം സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. 17-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം കുറിവാക്യമായി ഞാനത് എടുക്കുന്നെങ്കിലും ഞാൻ ഓർപ്പിച്ചതുപോലെ 17-ാം അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള വേദഭാഗമാണ്. യേശു കർത്താവിന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉദാത്തമായ മാതൃക, ഉത്തമമായ മാതൃക നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന വലിയ സാധ്യതകൾ, ഇതെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിലാണ്. 17-ാം അധ്യായത്തിൽ മാത്രമല്ല, യേശുവിന്റെ പ്രാർത്ഥനയുടെ ശക്തമായ അനുഭവങ്ങൾ നമുക്ക് മറ്റ് ഭാഗങ്ങളിലും വായിച്ച് മനസ്സിലാക്കുവാനിടയായി തീരുന്നു, അല്ലേ? ആമീൻ. യേശു കർത്താവ് സ്നാനമേൽക്കുന്ന ആ സന്ദർഭത്തിൽ യോർദാൻ നദിയിൽ വെച്ച് തന്നെ യേശുവിന്റെ ഒരു പ്രാർത്ഥന നിങ്ങൾക്കറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ആ യോർദാൻ നദിയിൽ മുങ്ങി സ്നാനമേറ്റു. അടുത്തത് എഴുതിയിരിക്കുന്നത് അവൻ പ്രാർത്ഥിക്കുമ്പോൾ, അടുത്ത വാചകം,
സ്വർഗം തുറന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ എന്ത് സംഭവിക്കും? പ്രാർത്ഥനയിൽ സ്വർഗം തുറക്കുവാനിടയായി തീരും. ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, സ്വർഗത്തിൽ ഞാൻ ശബ്ദം കൂടുതലുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മൾ അറിയേണ്ട വസ്തുത, സ്വർഗത്തിന്റെ വാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് അത് തന്നെയാ. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾക്കുവാനിടയായി തീർന്നു. വീണ്ടും നിങ്ങൾ നോക്ക്, മറുരൂപമലയിലെ പ്രാർത്ഥന നമുക്കറിയാമല്ലോ. മറുരൂപമലയിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ, അടുത്ത വാചകം, അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം മാറിയെന്ന. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, പ്രാർത്ഥനയിൽ മുഖത്തിന്റെ ഭാവം മാറുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന നമുക്ക് കൊണ്ടുവരുന്ന വിടുതൽ എത്ര വലുതാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ നിയോഗമുള്ളവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 17-ാമത്തെ അധ്യായം അതെ അതുപോലെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് കാണുവാനിടയായി തീരുന്നത്. ഞാൻ ആ വാക്യത്തോടുള്ള ബന്ധത്തിൽ, 17-ാം അധ്യായത്തോടുള്ള ബന്ധത്തിൽ, ഇന്നത്തെ ദൈവവചന ചിന്തയോടുള്ള ബന്ധത്തിൽ ഒരു തലക്കെട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ ദിശാബോധത്തോടെ മുന്നേറുന്നവരായി തീരുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കോമ്പസ് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ യഥാർത്ഥ ദിശാബോധമുള്ളവരായി തീരുക, യഥാർത്ഥ ദിശാബോധത്തോടെ മുന്നോട്ട് പോകുന്നവരായി തീരുക എന്നുള്ളതാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും എല്ലാം തന്നു. ദൈവം നമുക്ക് തന്ന ആയുഷിന്റെ പിൻബലത്തിലാണ് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇവിടെ വരാൻ ആഗ്രഹിച്ച ഒട്ടനവധി പ്രിയപ്പെട്ടവരുണ്ട്. ഇങ്ങനെ ആരോഗ്യത്തോടെ ആ ബലത്തോടെ ദൈവത്തെ ആരാധിക്കാൻ കൊതിക്കുന്ന ഒട്ടനവധി പ്രിയപ്പെട്ടവർക്ക് അത് ലഭ്യമാകാതിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ, നമ്മുടെ അധരങ്ങൾ തുറന്ന് ദൈവത്തിന്റെ നാമത്തെ ഉയർത്താൻ, ദൈവം തരുന്ന ബലത്തെ ഓർത്ത് ആ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. പ്രൈസ് ദി ലോർഡ്. അതെത്ര വലിയ അത്ഭുതാവഹമായ അനുഭവമാണ് കർത്താവിൽ പ്രിയരെ. 2025 മെയ് മാസം ഈ ആദ്യത്തെ ദിവസം നാം ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട വസ്തുത, പ്രൈസ് ദി ലോർഡ്, കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന എല്ലാ ആത്മീയ അനുഭവങ്ങൾ ഓർത്ത്, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ബലം ഓർത്ത്, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദൈവീക നന്മകൾ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഈ ജീവിതം കൊണ്ട് യഥാർത്ഥ ദിശാബോധത്തോടെ മുന്നേറുക എന്നുള്ളതിന് 17-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ നിന്ന് 3-4 ചിന്തകളായി വേർതിരിച്ച് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. യഥാർത്ഥ ദിശാബോധമുള്ളവരായി നാം ഈ ലോക ജീവിതത്തിൽ മുന്നേറാൻ കർത്താവിന്റെ പ്രാർത്ഥനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാം. 17-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. 17-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. അപ്പോ യഥാർത്ഥ ദിശാബോധമുള്ളവരായി നാം മുൻപോട്ട് പോകാൻ ശ്രദ്ധിക്കണേ, 1-ാമത്തെ വാചകം, ഞാൻ ഭൂമിയിൽ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? മഹത്വപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദിശാബോധം നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ ദിശാബോധം നമുക്ക് കാണിച്ചു തരുന്നത് ആരാ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഈ ദിശാബോധം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ട ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഈ ഏതെങ്കിലും ഈ സമുദ്രയാത്രികർ അവരുടെ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് അവർക്ക് ദിശ തെറ്റിപ്പോയി യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിൽ ലൈറ്റ് ഹൗസുകളുണ്ട്. പഴയ കാലത്ത് അല്ല, ഇപ്പോഴും അങ്ങനത്തെ അവസ്ഥകളുണ്ട്. ലൈറ്റ് ഹൗസുകളുണ്ട്. ഈ ലൈറ്റ് ഹൗസുകൾ കണ്ട് അവർക്ക് എവിടെ എത്താം? യഥാർത്ഥ ദിശയിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തുവാനിടയായിത്തീരും. ഇതുപോലെ നമുക്ക് വേണ്ടി വെളിപ്പെട്ടു നിൽക്കുന്ന യഥാർത്ഥ ലൈറ്റ് ഹൗസ് ആണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ദിശ തെറ്റിപ്പോയി അനേക ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ വഴിതെറ്റിപ്പോയ നമ്മെ ഓരോരുത്തരെയും യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കൊണ്ടുവരുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ശരിയായ ദിശയിലേക്ക്
യാത്ര ചെയ്യുന്ന നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? വെറുതെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് തീർക്കുകയല്ല. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇവിടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. ഒന്ന്, ഭൂമിയിൽ ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ഓ പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇത് തന്നെ. നമ്മൾ ഭൂമിയിൽ നമ്മുടെ ദൈവത്തിന് എന്ത് കൊടുക്കണം? മഹത്വം കൊടുത്ത് ജീവിക്കുന്നവരായി തീരണം. കർത്താവിനെ യഥാർത്ഥമായി അറിഞ്ഞ് കർത്താവിന്റെ സ്നേഹത്തെ അറിഞ്ഞ് കർത്താവിന്റെ നടത്തിപ്പറിഞ്ഞ് കർത്താവിന്റെ കരുതൽ അറിഞ്ഞ് ജീവിക്കുന്ന ദൈവപൈതൽ അറിയണം, ഈ ഭൂമിയിൽ എനിക്ക് എന്റെ ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. അതിൽ പരം ഭാഗ്യകരമായ മറ്റൊരു അനുഭവം ഇല്ല എന്ന് നാം തിരിച്ചറിയുവാനിടയായിത്തീരണം. ഭൂമിയിൽ ദൈവത്തെ എന്ത് ചെയ്തോണം? മഹത്വപ്പെടുത്തിക്കോണം. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? നിങ്ങൾ നോക്ക്, സങ്കീർത്തനങ്ങളിലും മറ്റെല്ലാ ഭാഗങ്ങളിലും ആ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തണമെന്നുള്ള ആഹ്വാനം നമുക്ക് കാണുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? 8-ാം സങ്കീർത്തനം, 19-ാം സങ്കീർത്തനം ഒക്കെ എഴുതിയിരിക്കുന്നത് ആമീൻ, യഹോവയെ മഹത്വപ്പെടുത്തുവീൻ, ദൈവപുത്രന്മാരെ അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവീൻ, അവന്റെ നാമത്തിന് മഹത്വം കൊടുപ്പീൻ എന്നാണ്. ണ്ടോ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അപ്പൊ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് അതെത്രയാണെന്ന് അറിയത്തില്ല. 60, 80, ഇനി അപ്പുറം 100-നപ്പുറം നമുക്ക് ജീവിക്കാൻ ദൈവം ഭാഗ്യം തന്നാലും നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ദിശാബോധത്തോടെ മുന്നേറുമ്പോൾ ജീവിതത്തിലെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എനിക്ക് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, എനിക്ക് എന്റെ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടതരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒട്ടനവധി സമ്പത്തുകൾ ഉള്ളതുകൊണ്ട്, ബാങ്ക് ബാലൻസിന്റെ പിൻബലമുള്ളത് കൊണ്ട്, നല്ല വീട്ടിൽ എനിക്ക് പാർക്കുന്നത് കൊണ്ടുമല്ല, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒട്ടനവധി കാരണങ്ങൾ എന്റെ ദൈവം എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്ക് എന്റെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ദിശാബോധത്തോടെ മുന്നേറുമ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എനിക്ക് എന്റെ ദൈവത്തിന്റെ നാമത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. കുഞ്ഞമ്മാണ്ടി പ്രാർത്ഥനയ്ക്ക്, ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ കർത്താവിന്റെ ദാസി ആദ്യമായി ആമേൻ പറഞ്ഞ വാചകങ്ങൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. ഷാജി അച്ഛനും പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചു. ഒരേ വാചകം, നാം ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം, നാം ദൈവത്തിന്റെ നാമത്തെ ഉയർത്തണം. ഞാൻ വീണ്ടും പറയാം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ കൊച്ചായുസ് മറ്റൊന്നിനും വേണ്ടിയല്ല, എന്റെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ നാം ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത്? അത് കേവലം ഒരു വികാരമാണോ? പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് നമ്മളെ കുറിച്ച് എനിക്ക് തോന്നുന്നു എന്റെ ഈ സൗണ്ട് കുറച്ചുകൂടെ കൂടുതലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് നമ്മൾ ഒന്നിച്ചു കൂടിയാൽ ഉള്ള വലിയ പ്രശ്നം ഈ ശബ്ദം അല്പം. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ എത്ര നിയന്ത്രിക്കാൻ നോക്കിയാലും നമ്മുടെ ഈ വോക്കൽ കോഡിന് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ശബ്ദം ഉയർത്തി ദൈവത്തെ. അയ്യോ, നിങ്ങളത് മറന്നുപോയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ പരിമിതി ഉണ്ടോ അല്ലേ? സ്വാഭാവികമായിട്ടും പാറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കും കേട്ടോ. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു ചർച്ചിൽ ചെന്നപ്പോൾ ആ ദൈവദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, പക്ഷേ ഞങ്ങളുടെ ചുറ്റുപാടൊക്കെ ഒത്തിരി പ്രശ്നങ്ങളാണ്, ഈ ശബ്ദം ഉയർത്തുന്നതിനോടൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ പക്ഷേ അതുകൊണ്ട് എല്ലാം നിയന്ത്രണമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ തമ്മിൽ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്തു. പക്ഷെ അപ്പോഴും ചർച്ചിനുള്ളവർക്ക്, ഇപ്പോൾ ചർച്ചിനുള്ളിലുള്ളവർക്കാണ് ഇപ്പോൾ പ്രശ്നം. പക്ഷേ നമ്മൾ ശബ്ദം അല്പം പ്രൈസ് ദി ലോർഡ്. ഞാൻ ആമേൻ ഒരു കാര്യം പറയട്ടെ, ദൈവമക്കളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ ആദരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാൻ, ദൈവത്തിന്റെ നാമത്തെ ഉയർത്താൻ പ്രതിജ്ഞാബദ്ധരാണ് ഞാനും നിങ്ങളും എന്നറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനാ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? ഇത് കണ്ടോ,
കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക, ഭൂമിയിൽ നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളും ഈ ഭവനം നമ്മളെല്ലാവരും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന്റെ താല്പര്യം എന്താ? ഞാൻ പറഞ്ഞതുപോലെ ഒരു വികാരമാണോ? പാട്ട് നന്നായിട്ട് അറിയാവുന്ന അതിന്റെ താളത്തിലും ലയത്തിലുമൊക്കെ ലയിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു വികാരത്തിൽ ലയിച്ചാണോ നമ്മുടെ ശബ്ദം ഉയർത്തുന്നത്? അല്ലവേ അല്ല. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉള്ള കാരണങ്ങൾ എന്ത്? ഞാൻ അതിന് ചില അനുബന്ധങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. എന്തുകൊണ്ട് നാം നമ്മുടെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു? നോക്കൂ, ഒന്ന് ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 58-59 വാക്യങ്ങളൊന്ന് നോക്കൂ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 58-59 വാക്യം. ഒന്നുകൂടെ അതിന്റെ ആരംഭവാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ട്. നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വവും ഭയങ്കരവുമായ, കേട്ടോ, എന്തുവാ? നിന്റെ ദൈവമായ യഹോവ എന്ന ഭയങ്കരവും മഹത്വവുമായ നാമത്തെ കണ്ടോ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ദൈവത്തിന്റെ നാമത്തെ നമ്മൾ ഉയർത്താനുള്ള കാരണം? ആ നാമത്തിന്റെ ശ്രേഷ്ഠതയാണ്. യഹോവ എന്ന നാമത്തെ അവിടെ അഭിസംബോധന ചെയ്യുന്നത്, അവിടെ പറയുന്നത് ഭയങ്കരവും മഹത്വവുമായ നാമം. നമ്മുടെ ദൈവത്തിന്റെ നാമം എങ്ങനെയുള്ള നാമമാണ്? മഹത്വമുള്ള നാമമാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? മഹത്വത്തിന് യോഗ്യമായ നാമമാണ് യഹോവ എന്ന നാമം. യഹോവ എന്ന നാമം, ആ നാമത്തിന് തന്നെ ആരാധനയ്ക്ക്, സ്തുതികൾക്ക്, സ്തോത്രത്തിന് യോഗ്യമായ നാമമാണ് യഹോവ എന്ന നാമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേട്ടോ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ ദൈവത്തിന്റെ നാമം, ആ പേര് തന്നെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ യോഗ്യമായ നാമമാണ്. പ്രൈസ് ദി ലോർഡ്. ആ പേര് തന്നെ ദൈവത്തെ സ്തുതിക്കാൻ യോഗ്യമായ നാമമാണ്. യാഹുവേ എന്ന നാമം സ്തുതികൾക്ക് യോഗ്യമായ നാമമാണ്. സകല നാമത്തിനും മേലായ നാമം, സകല മുഴങ്കാലും മടങ്ങുന്ന നാമം, അധികാരമുള്ള നാമം, ജീവൻ വ്യാപരിക്കുന്ന നാമമാണ് യഹോവയുടെ നാമം. അതുകൊണ്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം നമ്മുടെ ദൈവത്തിന്റെ നാമത്തെ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്താനുള്ള ഒരു കാരണം, ഭൂമിയിൽ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു കാരണം, യഹോവയുടെ നാമം ശ്രേഷ്ഠ നാമമാണ്. ആ നാമം ഉന്നതമായ നാമമാണ്. ആ നാമത്തിന് നാം മഹത്വം കൊടുക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 5-ാം വാക്യം അതേ സമാനമായ ചിന്തയാണ് നമുക്കവിടെ നൽകുന്നത്. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. അതിന്റെ 2-ാമത്തെ പാട്ടൊന്ന് വായിച്ചാട്ടെ പാസ്റ്റർ. ആ പേരുകൾ മാറ്റി 9-ാം അധ്യായത്തിന്റെ 5-ാം ഭാഗം 2-ാമത്തെ ഭാഗം. നിങ്ങൾ കേട്ടോ, നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും വാഴ്ത്തുവീൻ. ഓ സകല പ്രശംസയ്ക്കും സ്തുതിക്കും മീതെ ഉയർന്നിരിക്കുന്ന നിന്റെ മഹത്വമുള്ള നാമം. സകല പ്രശംസയ്ക്കും സ്തുതിക്കും മീതെ ഉയർന്നിരിക്കുന്ന നിന്റെ മഹത്വമുള്ള നാമം. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ വാഴ്ത്തുവീൻ. ആ നാമത്തിന്റെ പ്രത്യേകത എന്താണ്? സകല പ്രശംസയ്ക്കും സകല സ്തുതികൾക്കും മീതെ ഉയർന്നിരിക്കുന്ന ഉന്നതമായ നാമമാണ് നമ്മുടെ ദൈവത്തിന്റെ നാമം. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ നാമത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഉയർത്തണം. എന്തുകൊണ്ട് ഇന്ന് ബോംബെ പട്ടണത്തിൽ ഈ കൊച്ചു ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ നാമത്തെ ഉയർത്താനുള്ള കാരണം ആ നാമത്തിന്റെ വല്ലഭത്വ നിമിത്തമാണ്, ആ നാമത്തിന്റെ ഉന്നതി നിമിത്തമാണ്. ആ നാമത്തെ ഉയർത്താൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പദവി ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്.
എത്ര സന്തോഷമാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ദൈവമക്കൾ, ആമീൻ, ഇവിടെ ബോംബെയുടെ പല പല ഭാഗങ്ങളിലുള്ള ദൈവമക്കൾ ഒരുമിച്ച് വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം, പ്രൈസ് ദി ലോർഡ്, നമ്മൾ നേരത്തെ പാടിയ പാട്ട് നല്ല താളത്തിൽ നമ്മൾ പാടിയത് കൊണ്ടല്ല, മറ്റെന്തെങ്കിലും കൊണ്ടല്ല. നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുന്നത് അവന്റെ നാമം ഉന്നതമായ നാമമായതുകൊണ്ട്, അവിടുത്തെ നാമം പ്രശംസയ്ക്ക് യോഗ്യമായ നാമമായതുകൊണ്ട്, അവിടുത്തെ നാമം സ്തുതികൾക്ക് യോഗ്യമായ നാമമായതുകൊണ്ട് ഈ ഭൂമിയിൽ ആ നാമത്തെ ഉയർത്താനാണ് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഭൂമിയിൽ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കുക, യഹോവയെ സ്തുതിക്കുക എന്നുള്ളതിന്റെ രണ്ടാമത്തെ ചിന്ത 145 സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം. 145 സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം. ആ വാക്ക് ശ്രദ്ധിക്കൂ. നിന്റെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വത്തെയും. എന്തുകൊണ്ട്? ഭൂമിയിൽ യഹോവയുടെ നാമത്തെ നാം സ്തുതിക്കണം, നമ്മുടെ ദൈവത്തെ നാം സ്തുതിക്കണം. ഒന്ന്, അവിടുത്തെ നാമത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. രണ്ട്, ഇവിടെ നോക്കൂ, അവന്റെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വം. അവിടുത്തെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വം. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കാരണം. എന്റെ ദൈവത്തിന്റെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വം നിമിത്തം നമ്മൾ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. എന്താ ദൈവത്തിന്റെ പ്രതാപം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തിന്റെ പ്രതാപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവിടുത്തെ ആളത്വത്തെയാണ്, അവിടുത്തെ വ്യക്തിത്വത്തെയാണ്. എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രതാപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേവലം ഒരു ശക്തിയെ കുറിച്ചായിരുന്നു പരാമർശമെങ്കിൽ പ്രതാപം എന്ന് അവിടെ പറയത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കേവലം ശക്തിയെ കുറിച്ചല്ല അവിടുത്തെ പരാമർശം. അവിടുത്തെ പരാമർശം ഒരു സങ്കല്പത്തെ കുറിച്ചല്ല. അവിടുത്തെ പരാമർശം ആരെ കുറിച്ചാ? ഒരാളത്വത്തെ കുറിച്ചാണ്, ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ് അവിടുത്തെ പരാമർശം. അതുകൊണ്ടാണ് പറയുന്നത് അവിടുന്ന് കേവലം ഒരു ശക്തിയല്ല, ഒരു സങ്കല്പമല്ല. അവിടുന്ന് ആരാണ്? പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിത്വമാണ്, ഒരാളത്വമാണ്. അതുകൊണ്ടാണ് അവന്റെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വത്തെ നമ്മൾ സ്തുതിക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം, ഹല്ലേലൂയ, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവനുണ്ട്. എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മൾ സേവിക്കുന്ന ദൈവം ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നതിനേക്കാൾ യാഥാർത്ഥ്യം എന്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കാരണം എന്താണ്? അവൻ കേവലം ഒരു ശക്തിയല്ല, അവൻ കേവലം ഒരു സങ്കല്പമല്ല. എന്റെ ദൈവം യഥാർത്ഥ വ്യക്തിത്വമാണ്, യഥാർത്ഥ ആളത്വ മഹിമ എന്റെ കർത്താവിനുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഒന്നുകൂടെ പറയുമ്പോ നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലാകും. 115 സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 115 സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം കേട്ടോണം. ലോകം അവതരിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിതാപകരമായുള്ള അവസ്ഥയും നമ്മുടെ ദൈവത്തിന്റെ പരമോന്നതിയായ അനുഭവവും. ലോകം അവതരിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിമിതി എന്താ? ആമേൻ. അവരുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ലോകം അവതരിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിമിതി എന്താണെന്നാണ് ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു. മനുഷ്യന്റെ കൈവേല തന്നെ. ആമേൻ. ആ ദൈവത്തെ സൃഷ്ടിക്കാൻ ആരെങ്കിലും ഒരു മിടുക്കൻ വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നമ്മുടെ ദൈവമാരാ? നമ്മുടെ ദൈവം ഉണ്ടാക്കപ്പെട്ടവനല്ല, നമ്മുടെ ദൈവം ഉളവായവനല്ല. നമ്മുടെ ദൈവം നിത്യനായ ദൈവമാണ്. അവനെ ആരും ഉണ്ടാക്കി വെച്ചതല്ല കേട്ടോ. നമ്മുടെ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്താനുള്ള കാരണം എന്താ? നമ്മൾ ദൈവത്തെ സ്തുതിക്കാനുള്ള കാരണം എന്താ? അത് സൂം മീറ്റിംഗിലാണെങ്കിലും നമ്മൾ ഒരുമിച്ച് കൂടി വരുന്ന കൂട്ടായ്മയിലാണെങ്കിലും ദൈവത്തെ സ്തുതിക്കാനുള്ള കാരണം എന്റെ ദൈവത്തെ ആരും ഉണ്ടാക്കിയതല്ല, എന്റെ ദൈവം നിത്യനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണ്ടാക്കിയവനും ഉളവായവനുമല്ല എന്റെ ദൈവം. എന്റെ ദൈവം നിത്യനായ ദൈവം, ആൽഫയും ഒമേഗയുമാണ് എന്റെ ദൈവം.
അതാ ദൈവത്തിന്റെ വ്യക്തിപ്രഭാവം നോക്കിക്കോ, ആ പ്രതാപം നോക്കിക്കോ. എന്തുവാണ്? എന്റെ ദൈവത്തിന്റെ പ്രതാപം, എന്റെ ദൈവം ആൽഫയും ഒമേഗയുമാണ്. Praise the Lord. ഹല്ലേലൂയ. ഒരു കാലത്ത് നമ്മളും ഇതുപോലത്തെ ജീവിതാനുഭവങ്ങളിലൂടെ പോയവരാ. അവിടെ നിന്ന് സത്യദൈവത്തെ അറിയാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ ഇരിക്കുന്ന ഇടം മറന്ന് മനസ്സ് തുറന്ന്, ശബ്ദമധികം പുറത്ത് കേട്ടില്ലെങ്കിലും ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ, ഹൃദയം നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ, ഹല്ലേലൂയ, അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കാൻ ദൈവം നമുക്ക് തരുന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. അവന്റെ പ്രതാപത്തിന്റെ മഹത്വമോർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. Praise the Lord. കണ്ടോ, അവരുടെ വിഗ്രഹങ്ങൾ മനുഷ്യന്റെ കൈവേലയാണ്. അടുത്തത് കേട്ടോണേ, അവയ്ക്ക് വായുണ്ടെങ്കിലും ഇന്ന് വരെ അവ എന്ത് ചെയ്തിട്ടില്ല? സംസാരിച്ചിട്ടില്ല. നമ്മുടെ ദൈവം ആരാ? പറഞ്ഞാട്ട് ഈ ഓരോ വാക്യം വായിക്കുമ്പോൾ ലോകം അവതരിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിമിതിയും നമ്മളുടെ ദൈവത്തിന്റെ ഉന്നതിയും ഓർത്ത് ദൈവത്തെ സ്തുതിച്ചോണം. കണ്ടോ, അവയ്ക്ക് വായുണ്ടെങ്കിലും അവ എന്ത് ചെയ്യുന്നില്ല? സംസാരിക്കുന്നില്ല. എന്ന് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാര്, ദൈവത്തിന്റെ ദാസിമാര് നമ്മൾ ഒരുമിച്ച് പറയും, എന്റെ ദൈവം അരുളി ചെയ്യുന്ന ദൈവമാണ്, എന്റെ ദൈവം ഉത്തരമരുളുന്ന ദൈവമാണ്, എന്റെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, എന്റെ ദൈവം ഇടപെടുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ മഹത്വം ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തുതി കരേറ്റുകയാണ്. അവയ്ക്ക് വായുണ്ടെങ്കിലും ഇന്ന് വരെ അവിടെ വായ എന്ത് ചെയ്തിട്ടില്ല? തുറന്നിട്ടില്ല. പിന്നെ കണ്ണുണ്ടെങ്കിലും കേട്ടോണം, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. കേട്ടോണം, കൈ ഉണ്ടെങ്കിലും. ഇവിടെ നിന്നൊക്കെ ചിന്തിച്ചോ, ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ ഈ ദൈവം ആരാണെന്ന് ഓർത്തോണം. അവന്റെ പ്രതാപത്തിന്റെ മഹിമ അറിയണം. എന്താ അവന്റെ പ്രതാപത്തിന്റെ മഹിമ? അതാണ്ട് ഒരു പ്രവാചകനെ നോക്കിക്കേ, ആ മനുഷ്യൻ പറയുന്നത് ഇതാ, കർത്താവേ, ഇനി എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കണ്ട, എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ആരല്ല? പ്രൈസ് ദി ലോർഡ്. ഞാൻ നല്ലവനല്ല, എന്റെ ദൈവം എന്നെ അങ്ങ് എടുത്താ മതി. മരണത്തിനു വേണ്ടി കൊതിക്കുന്ന ചൂരച്ചെടിയുടെ കീഴിൽ ആരെയും കാണാതെ അഭയം പ്രാപിച്ച മനുഷ്യനെ കുറിച്ച് അവൻ ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത്, അവൻ ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് തീർന്നുപോയെന്നല്ല എഴുതിയിരിക്കുന്നത്. ആ ചൂരച്ചെടിയുടെ കീഴിൽ മറ്റൊരാളും കാണാത്തവനെ സ്വർഗത്തിലെ ദൈവം കണ്ടെത്തുവാനിടയായി തീർന്നു, അവനോട് സംസാരിക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ഓർക്കണം, നിന്റെ ജീവിതത്തിൽ ഒത്തിരി ഭാഗങ്ങളിൽ നീ മറഞ്ഞിരിക്കാൻ ശ്രമിച്ചതാ, എന്നാൽ ഈ ദൈവത്തിന്റെ മഹത്വം, എന്റെ ദൈവത്തിന്റെ കണ്ണ് നിന്നെ കണ്ടു എന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ കണ്ണെന്നെ കാണുവാനിടയായി തീർന്നു. അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ പറയുന്നത്, കുഞ്ഞോമ്പാസേ, ഭൂമിയുടെ അറ്റത്ത് ചെന്ന് വാർത്താലും നിന്റെ കണ്ണെന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി എവിടെ പോയി ഞാൻ ഒളിക്കും? നിന്റെ സാന്നിധ്യം വിട്ട് ഞാൻ എവിടേക്ക് പോകും? നിന്റെ കൃപ വിട്ട് ഞാൻ എവിടെ പോയി ഒളിക്കും? എവിടെ ചെന്നാലും നിന്റെ കണ്ണെന്നെ കാണുന്നല്ലോ എന്ന് പറഞ്ഞ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കാരണമെന്ത്? ഭൂമിയിൽ മഹത്വപ്പെടുത്താൻ കാരണമെന്ത്? ഈ സമയങ്ങൾ വൃഥാവല്ല കേട്ടോ, ഈ പാട്ട് വൃഥാവല്ല, ഈ ആരാധന വൃഥാവല്ല, ഈ മണിക്കൂറുകൾ വൃഥാവല്ല. നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നമുക്ക് തരുന്ന കൃപയോർത്ത് അക്കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോ, ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ മൂന്നാമത്തെ കാരണം കൂടെ പറഞ്ഞ് ഒന്നാമത്തെ ചിന്തയ്ക്ക് ഞാൻ അവിടെ വിരാമം കുറിക്കാം. എന്താ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള മൂന്നാമത്തെ കാരണം? പുറപ്പാട് പുസ്തകം എടുത്താട്ട്, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. യഹോവേ, നിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? യഹോവേ, നിന്റെ വലങ്കൈ ബലത്തിൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തുവാ അതിന്റെ അർത്ഥം? ബലത്തിൽ മഹത്വപ്പെട്ടു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അവന്റെ ശക്തിയുടെ
വല്ലഭത്വം നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. Praise the Lord. എൻ്റെ ദൈവത്തിന്റെ ശക്തിയുടെ വല്ലഭത്വം നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തെ എന്ത് ചെയ്യുകയാണ്? മഹത്വപ്പെടുത്തുക. ഒന്ന് പറഞ്ഞാട്ട്, എന്തുകൊണ്ട് ഭൂമിയിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം? മറ്റാരും മഹത്വപ്പെടുത്തിയില്ലെങ്കിലും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് കാരണം എന്താ? ഒന്ന്, അവന്റെ നാമത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. രണ്ട്, അവന്റെ പ്രതാപത്തിന്റെ മഹിമ നിമിത്തം നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. മൂന്ന്, അവന്റെ ശക്തിയുടെ വല്ലഭത്വം നിമിത്തം നമ്മൾ ദൈവത്തെ എന്ത് ചെയ്തോണം? മഹത്വപ്പെടുത്തണം. നമ്മുടെ ദൈവം ആരാ? ശക്തനായ ദൈവമാ നമ്മുടെ ദൈവം. ആരാ? നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ആ സർവശക്തനായ ദൈവത്തെയാണ് നാം ഇന്ന് രാത്രിയിൽ മഹത്വപ്പെടുത്തേണ്ടത്. ആ ദൈവത്തിന്റെ നാമത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ ഉയർത്തേണ്ടത്. ദൈവത്തിന്റെ സർവശക്തിയെ കുറിച്ച് നിങ്ങൾ കേൾക്കണം. പുറപ്പാട് ദിവസം 15-ാം അധ്യായത്തിൽ അവർ ദൈവത്തെ സ്തുതിക്കാൻ ഒരു കാരണമുണ്ട്. 15-ാം അധ്യായത്തിൽ പെസഹായും ചോരത്തളികയും ഒക്കെ ആചരിച്ച് ദൈവം അവരെ പുറപ്പെടുവിച്ചുകൊണ്ട് വരികയാണ്, അല്ലേ? കേൾക്കുന്നുണ്ടോ? ദൈവം അവരെ പുറപ്പെടുവിച്ചുകൊണ്ട് വരുമ്പോ ഈ പുറപ്പെടുവിച്ചു കൊണ്ടുവരുന്ന ജനം എത്ര ലക്ഷം ആൾക്കാരുണ്ടെന്ന് അറിയാമോ? എത്ര ലക്ഷം ആൾക്കാരുണ്ട്? 6 ലക്ഷം പുരുഷന്മാരെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിനൊത്തവണ്ണം സ്ത്രീകളുമുണ്ട്. ചുരുങ്ങിയത് അവരെല്ലാവരും കൂടെ, പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ഏകദേശം ഒരു 30 ലക്ഷം ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചരിത്രം പറയുന്നു ഏകദേശം 30 ലക്ഷത്തോളം ആൾക്കാർ എവിടെ നിന്ന് പുറപ്പെട്ടു വരുന്നുണ്ട്? ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട്. ഇവർ പുറപ്പെട്ടു വരുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചേ, തിക്കിലും തിരക്കിലും പെട്ട് ഒരുത്തൻ പോലും മരിച്ചതായി അവിടെ എഴുതിയിട്ടില്ല. ദൈവമാത്ര സൂക്ഷിപ്പ് കൊടുത്താണ്, തന്റെ ശക്തി വെളിപ്പെടുത്തിയാണ് ദൈവം അവരെന്ത് ചെയ്തുകൊണ്ട് വന്നത്? പുറപ്പെടുവിച്ചുകൊണ്ട് വന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി നോക്ക്, അവരെ പുറപ്പെടുവിച്ചുകൊണ്ട് വന്ന് ചെങ്കടലിന്റെ തീരത്തെത്തി. ഫറവോന് വാർത്ത കിട്ടി അവരെവിടെ കുടുങ്ങിയിരിക്കുന്നു? ചെങ്കടലിന്റെ തീരത്ത്. അവിടെ എഴുതിയിരിക്കുന്നത് പിഹാഹീരോത്തിലെത്തിയെന്ന. പിഹാഹീരോത്ത്. ആ പിഹാഹീരോത്ത് 15-ാം അധ്യായത്തിൽ തന്നെ, 14-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യമാണ്. 14-ന്റെ 9-ാമത്തെ വാക്യം കണ്ടോ? പുറപ്പാട് പുസ്തകം 14-ന്റെ 9-ാമത്തെ വാക്യം. അവരെവിടെ എത്തി? പിഹാഹീരോത്തിലെത്തി. ശ്രദ്ധിച്ചോണം, ഫറവോന്റെ സകല കുതിരയും മിസ്രൈമ്യരെല്ലാവരും ചേർന്ന് ആരെ പിന്തുടർന്നു? ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു. കേട്ടോണേ, ഹല്ലേലൂയ. ആ ഫറവോൻ തന്റെ രഥം ഉപയോഗിക്കുന്നത് വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെ ശ്രദ്ധിച്ചോ. ഞാൻ ഈ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്നെ ശ്രദ്ധിച്ചോണേ, ശ്രദ്ധ വിടരുത്. ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുമ്പോൾ, മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ഭാഷകളെ ശ്രദ്ധിച്ച. ഓക്കെ, ശ്രദ്ധിച്ചോണം. ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുമ്പോഴേ ഇവര് എവിടെ എത്തി? പിഹാഹീരോത്തിലെത്തി. പിഹാഹീരോത്ത് എന്നുള്ളത് ഫറവോന്റെ ദേവീദേവന്മാരുടെ കുടിയിരിപ്പ് സ്ഥലമാണ്. ഏത്? പിഹാഹീരോത്ത്. ഇനി മിസ്രൈമിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു വന്നാലും എവിടം വരെ വരുമെന്ന് അവൻ അറിയാം. പിഹാഹീരോത്ത് വരെ വരുമെന്നറിയാം. കാരണം സകല ഇവന്റെ ദേവീദേവന്മാരുടെയും പ്രതിഷ്ഠാ സ്ഥലമാണ് ഏത്? പിഹാഹീരോത്ത്. അതിനപ്പുറത്തേക്ക് പോകാൻ ഇവന് പറ്റത്തില്ലെന്ന് നന്നായിട്ട് ഉറപ്പാർക്കൊണ്ട് ഫറവോനുണ്ട്. അതാണ് അവരവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന് കേട്ടിട്ട് ഫറവോന്റെ സകല രഥവും മിസ്രൈമ്യരെല്ലാവരും കൂടെ എവിടേക്ക് പുറപ്പെട്ടത്? പിഹാഹീരോത്തിലേക്ക് പുറപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ നമ്മൾ വായിക്കുന്നത് അവിടെ ഫറവോന്റെ വാളിനിരയായി തീർന്നെന്നല്ല, തന്റെ ജനത്തിനു വേണ്ടി ചെങ്കടലിന്റെ നടുവിലൂടെ ദൈവം ഒരു വഴി അവർക്ക് വേണ്ടി തുറക്കുവാനിടയായി തീർന്നു. അതിന്റെ ചിത്രമാണ് 15-ന്റെ 9 വായിച്ചത്. അവന്റെ ബലത്തിന്റെ മഹത്വത്താൽ സ്വർഗത്തിലെ ദൈവം അവരെ അത്ഭുത
അത്ഭുതകരമായി നടത്തുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? അവന്റെ ശക്തിയുടെ വല്ലഭത്വം അറിഞ്ഞ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തീർന്നു പോയ ഒരു ശക്തിയെ കുറിച്ച് മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ആ ശക്തിയുടെ വല്ലഭത്വം ഇന്നും നിലനിൽക്കുന്നതാണ്. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിച്ചാട്ട് ആമീൻ. എന്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം? ഒന്ന്, അവന്റെ നാമത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. രണ്ട്, അവന്റെ പ്രതാപത്തിന്റെ ആമീൻ ആ മഹിമ നിമിത്തം. മൂന്ന്, അവന്റെ ശക്തിയുടെ വല്ലഭത്വം നിമിത്തം നമ്മൾ നമ്മുടെ ദൈവത്തെ എന്ത് ചെയ്തോണം? മഹത്വപ്പെടുത്തണം. അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയാം, അത് വീടിനുള്ളിലാണെങ്കിലും സൂം മീറ്റിങ്ങിലാണെങ്കിലും, അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഞായറാഴ്ചയാണെങ്കിലും വെള്ളിയാഴ്ചയാണെങ്കിലും, സമയവ്യത്യാസമില്ലാതെ, സ്ഥലകാല വ്യത്യാസമില്ലാതെ, ആൾപ്പെരുപ്പ വ്യത്യാസമില്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട്, ദൈവത്തെ ആരാധിക്കാൻ വകയുണ്ട്. അതരം തുറന്ന് മറ്റാരെക്കാളും നമുക്ക് ദൈവത്തെ വാഴ്ത്താൻ വകയുണ്ട്. എന്റെ ദൈവത്തിന്റെ മഹത്വത്തെ ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്താൻ എന്റെ കർത്താവിനെ വേർതിരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട്, യഥാർത്ഥ ദിശാബോധത്തോടെ മുന്നേറാൻ രണ്ടാമത്തെ വസ്തുത ആ 17-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ തന്നെയുണ്ട്. യോഹന്നാൻ 17-ന്റെ 4-ാമത്തെ വാക്യം. കേട്ടോ, നീ എനിക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന പ്രവൃത്തിയെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ദൈവമക്കളെ, എൻ്റെ കർത്താവ് എനിക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന പ്രവൃത്തി, അത് ബോംബെ പട്ടണത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും, എൻ്റെ ദൈവം എനിക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന പ്രവൃത്തിയെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്തയുണ്ടായിരിക്കണം, എൻ്റെ ദൈവം എനിക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന അവന്റെ പ്രവൃത്തിയെ എനിക്ക് തികയ്ക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുപക്ഷെ എല്ലാവർക്കും ഇവിടെ നിന്ന് പ്രസംഗിക്കാനല്ല ദൈവം തന്നിരിക്കുന്ന ദൗത്യം എന്നുള്ളത്. ഹല്ലേലൂയ. ഓരോരുത്തർ അവരവരുടെ ദൗത്യം തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്താ രണ്ടാമത്തെ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ കാഴ്ചപ്പാട്? എൻ്റെ ദൈവം എനിക്ക് തികയ്ക്കാൻ തന്നിരിക്കുന്ന പ്രവൃത്തിയുണ്ട്. 2025 മെയ് മാസം ഈ ആദ്യത്തെ ദിവസം ദൈവം എനിക്ക് തികയ്ക്കാൻ തന്നിരിക്കുന്ന പ്രവൃത്തി ഉണ്ടെന്നറിയണം. അതുകൊണ്ടാ ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നമ്മിൽ തന്റെ പ്രവൃത്തിയെ ആരംഭിച്ചവൻ, നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ കർത്താവിന്റെ വരവോളം അതിനെന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. നമ്മിൽ തന്റെ പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവിന്റെ വരവോളം അതിനെ തികയ്ക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവമക്കളെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന മെഡിസിന്റെ പിൻബലത്തിലല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ പിൻബലത്തിലല്ല. നമ്മൾ ശേഷിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ എൻ്റെ കർത്താവ് എനിക്ക് തികയ്ക്കാൻ തന്നിരിക്കുന്ന പ്രവൃത്തി ഉണ്ട് എന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഉണ്ടോ? ദൈവം എനിക്ക് തന്നിരിക്കുന്ന പ്രവൃത്തി എന്ത് ചെയ്തിരിക്കുന്നു? ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. ലവോദിക്ക സഭയോട് പറയുന്ന വാചകം നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിന്റെ പ്രവൃത്തി എൻ്റെ സന്നിധിയിൽ. അങ്ങനെ നമ്മളെ കുറിച്ച് പറയരുത്. എൻ്റെ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന പ്രവൃത്തി എനിക്ക് എന്ത് ചെയ്യണം? തികയ്ക്കണം. എൻ്റെ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന പ്രവൃത്തി തികയ്ക്കണം. എനിക്കൊരു ദിവസം കൂടെ എൻ്റെ ദൈവം ശേഷിപ്പിക്കുന്നതിന് പിൻപിലെ താല്പര്യം എൻ്റെ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ പ്രവൃത്തിയെ തികയ്ക്കണം. ആ ബോധ്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്കായി ഞാൻ സ്വർഗത്തിലെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. മൂന്നാമത്തെ ചിന്ത പറഞ്ഞ് എന്നെ ഭാഗത്തിന് വിരാമം കുറിക്കാം. മൂന്നാമത്തെ ചിന്ത അതിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ചാട്ട്. 12-ാമത്തെ വാക്യം. അടുത്ത വാക്യം.
നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ ഞാൻ അവരെ എന്ത് ചെയ്തു? കാത്തുകൊണ്ടിരുന്നു. അടുത്തത്, ഞാൻ അവരെ എന്ത് ചെയ്തു? സൂക്ഷിച്ചു. കർത്താവ് എനിക്ക് തന്നിരിക്കുന്നവരെ അവിടുത്തെ നാമത്തിൽ ഞാൻ എന്ത് ചെയ്തു? കാത്തുകൊണ്ടു. ഞാൻ അവരെ സൂക്ഷിച്ചു. കേട്ടോ, ഭൂമിയിൽ യഥാർത്ഥ ദിശാബോധത്തോടെ മുന്നേറാൻ നമ്മെ പ്രാപ്തരാക്കുന്ന മൂന്നാമത്തെ ചിന്ത അവിടെ എഴുതിയിരിക്കുന്നത്, നീ എനിക്ക് തന്നവരെ നിന്റെ നാമത്തിൽ എന്ത് ചെയ്തെന്ന? സൂക്ഷിച്ചെന്ന. കർത്താവിന്റെ ദാസൻ സിബിൻ പാസ്റ്റർ മാത്രമല്ല, നമ്മളെല്ലാവരും ചേർന്ന് ഈ ശുശ്രൂഷയ്ക്ക് ഒരു കൈത്താങ്ങൽ കൊടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു വസ്തുത, കർത്താവിന്റെ നാമത്തിൽ മറ്റുള്ളവരെ സൂക്ഷിക്കാൻ, കർത്താവിന്റെ നാമത്തിൽ മറ്റുള്ളവരെ കരുതാൻ ഒരു വലിയ ദൗത്യം എന്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്കെന്താ ആവശ്യം? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എനിക്കെന്താവശ്യം? എൻ്റെ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, എൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ദൈവത്തിന്റെ നാമത്തിൽ എന്നെ ഏൽപ്പിച്ചവരെ സൂക്ഷിക്കാൻ എൻ്റെ ദൈവം എനിക്കൊരു ദൗത്യം തന്നിട്ടുണ്ട്. അതെനിക്ക് തികച്ചേ മതിയാകത്തുള്ളൂ എന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. നിങ്ങൾ ആ പദം കണ്ടോ? കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ സൂക്ഷിച്ചു. അപ്പോ ശ്രദ്ധിക്കൂ, പരസ്പരം നമ്മൾ ചെയ്യേണ്ടത്, കർത്താവിന്റെ നാമത്തിൽ നമ്മൾ മറ്റുള്ളവരെ എന്ത് ചെയ്യണം? ഒരു വാക്കു മതി ഒരുവനെ നശിപ്പിക്കാൻ. പ്രൈസലോ. എന്നാൽ ഒരു വാക്കുകൊണ്ട് നമുക്ക് അവനെ എന്ത് ചെയ്യാൻ പറ്റും? നേടാൻ പറ്റും. പ്രൈസലോ. ഒരു വാക്കുകൊണ്ട് നശിക്കപ്പെട്ടവരുമുണ്ട്, ഒരൊറ്റ വാക്കുകൊണ്ട് നേടപ്പെട്ടവരുമുണ്ട്. നമ്മൾ ഏത് ഗ്രൂപ്പിലാ? എന്റെ വാക്കുകൊണ്ട് ഒരു വ്യക്തി പോലും തകർച്ച അനുഭവിക്കാൻ അനുവദിക്കരുതേ. എന്റെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ താങ്ങാൻ, മറ്റുള്ളവർക്ക് കൈത്താങ്ങലാകാൻ, മറ്റുള്ളവരെ സൂക്ഷിക്കാൻ എന്റെ ദൈവമേ എന്നെ ഇടയാക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. കർത്താവിന്റെ നാമത്തിൽ നാം മറ്റുള്ളവരെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. നാം ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടി വന്നിരിക്കുന്നത് ആ താല്പര്യത്തോട്, കർത്താവിന്റെ നാമത്തിൽ ഞാൻ മറ്റുള്ളവരെ സൂക്ഷിക്കുന്നവനായി തീരും. ഈ ഭൂമിയിൽ യഥാർത്ഥ ദിശാബോധത്തോടെ നാം മുൻപോട്ട് പോകുമ്പോൾ ഈ മൂന്ന് ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടച്ചാട്ട്. ഹല്ലേലൂയ. ദൈവത്തോടൊരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, യഥാർത്ഥ ദിശാബോധം കഴിഞ്ഞ ഏകദേശം 6 വർഷത്തോളമായി നമ്മൾ ഒരുമിച്ച് ഒരു സൂം കൂട്ടായ്മയിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നമുക്ക് അവസരമൊരുക്കി. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ ബലപ്പെടുത്തി. ആ കൂട്ടായ്മയുടെ പിൻബലത്തിലാണ് നാം ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ അറിയണ്ട അതിപ്രധാനമായ 3 ചിന്തകൾ യഥാർത്ഥ ദിശാബോധത്തോടെ മുന്നേറാൻ. 1, ഈ ഭൂമിയിൽ എനിക്ക് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? 2, എൻ്റെ ദൈവം എനിക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന പ്രവൃത്തിയെ തികയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യുവാനിടയായി തീരണം. 3, കർത്താവിന്റെ നാമത്തിൽ എനിക്ക് മറ്റുള്ളവരെ സൂക്ഷിക്കാൻ കഴിയണം. നമ്മൾ കർത്തൃമേശയുടെ ഏറ്റവും ഒടുവിൽ വായിക്കുന്ന ഒരു വാചകമുണ്ട്. ആമേൻ. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശം, ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവരെ താങ്ങാൻ, ഉൾക്കരുത്തില്ലാത്തവരെ സൂക്ഷിക്കാൻ എന്റെ ദൈവമേ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ യഥാർത്ഥ ദിശാബോധത്തിലേക്ക്, ആ ദൈവ സാന്നിധ്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് ഈ രാത്രി പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയങ്ങൾ നാം ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് നമ്മുടെ ഹൃദയങ്ങളൊന്ന് പകർന്നാട്ട് ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് പകർന്നു. നാം പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ സമയങ്ങളെ വേർതിരിക്കുന്നതിന് മുൻപ് എന്റെ കർത്താവ്, എനിക്ക് എന്റെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. എനിക്ക് എന്റെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. മറ്റൊന്നുമല്ല, അവിടുത്തെ നാമം ശ്രേഷ്ഠ നാമമാണ്. അവിടുത്തെ ആളത്ത മഹിമ, അവിടുത്തെ വ്യക്തിത്വ മഹിമയെ ഓർത്ത്, അവിടുത്തെ ശക്തിയുടെ വല്ലഭത്വം ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആത്മനിറവിൽ ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ കൃപ ലഭിച്ചവർ ആത്മനിറവിൽ അല്പസമയങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ട് അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. Yes, Lord.
ബീരാമാന ശാന്തലെ വൈഡാരകലകടകസു ഉടരബലബലബലബ ശാന്തല. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടരാ വൈഡാരകലകടകസിയ. എല്ലാ തരങ്ങളും തുറന്ന് അല്പസമയങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, ആത്മനിറവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, വൈഡാരകലകടകസിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവം ഈ ഭൂമിയിൽ എനിക്ക് തികയ്ക്കാൻ തന്നിരിക്കുന്ന പ്രവൃത്തിയുണ്ട്. ഞാൻ പറയട്ടെ, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവിന്റെ വരവോളം അതിനെ തികയ്ക്കും. ഇടയ്ക്ക് വെച്ച് എന്നെ നശിപ്പിക്കാൻ, എന്റെ ശുശ്രൂഷ ഇല്ലാതാക്കാൻ, എന്റെ ആത്മീയ ജീവിതത്തെ ഇല്ലാതാക്കാൻ, എന്റെ ശരീരത്തിന്റെ ബലത്തെ കെടുത്തിക്കളയാൻ ശത്രു ശ്രമിച്ചാൽ അതിന്റെ നടുവിലും എന്റെ കർത്താവിനെ എഴുന്നേൽപ്പിക്കും എന്നുള്ള വിശ്വാസത്തോടെ ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്റെ കർത്താവ് എനിക്ക് തികയ്ക്കാൻ തന്നിരിക്കുന്ന അവന്റെ പ്രവൃത്തിയുണ്ട്. അവന്റെ പ്രവൃത്തിയുടെ മഹത്വത്തെ ഓർത്ത് യെസ് വൈഡാരാജ വീരമാല വീരമാന രൂഢാരാജ വൈഡാരാജ വീരമാല വൗഷ ദുരബലബലബലബ ശന്തലാരവസി ഉടരബല ഘടകരഘടകസി. ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്നിൽ തികയ്ക്കാനുള്ള പ്രവൃത്തി, അതിന്റെ തികവിലേക്ക് വരാൻ എന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഒരുപക്ഷെ നിന്റെ ഉള്ളിൽ നിന്റെ സ്വയം മന്ത്രിക്കും, കാലം കഴിഞ്ഞു പോയല്ലോ, സമയങ്ങൾ കഴിഞ്ഞു പോയല്ലോ, നരബാധിച്ചിരിക്കുന്നു, വാർദ്ധക്യം എന്നെ പിടിച്ചിരിക്കുന്നു, ഇനി എങ്ങനാ എനിക്ക് മുന്നോട്ട്? കർത്താവിന്റെ വചനം പറയുന്നു, നിനക്ക് തികയ്ക്കാനുള്ള പ്രവൃത്തി മുൻപിലുണ്ട്. നമുക്ക് തികയ്ക്കാനുള്ള പ്രവൃത്തി മുൻപിലുണ്ട്. ആ പ്രവൃത്തി തികയ്ക്കുവോളം എന്റെ കർത്താവിന്റെ കരം നിന്റെ കൂടെ ഉണ്ട്. ഈ ഭൂമിയിൽ അവൻ എനിക്ക് തന്നിരിക്കുന്ന പ്രവൃത്തിയെ തികയ്ക്കും. എന്റെ കർത്താവിന്റെ സഹായത്തോട്, എന്റെ ആത്മാവിന്റെ നിയോഗത്തോടെ ആ പ്രവൃത്തിയെ തികയ്ക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. മൂന്നാമത്തെ ചിന്ത, കർത്താവെ, അവിടുത്തെ നാമത്തിൽ ഞാൻ മറ്റുള്ളവരെ സൂക്ഷിക്കുമെന്നുള്ളതാണ്. എന്റെ കർത്താവിന്റെ നാമത്തിൽ നമ്മളെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത് യേശുവിന്റെ നാമമാണ്. യേശുവിന്റെ നാമത്തിൽ മറ്റുള്ളവരെ സൂക്ഷിക്കാൻ, എന്റെ തലമുറയെ സൂക്ഷിക്കാൻ, എന്റെ സഭയെ സൂക്ഷിക്കാൻ, എനിക്കുള്ളവരെ സൂക്ഷിക്കാൻ, എന്റെ പ്രാർത്ഥന കൂട്ടായ്മയിലുള്ളവരെ സൂക്ഷിക്കാൻ എന്റെ കർത്താവ് യഥാർത്ഥ ദിശാബോധത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. യഥാർത്ഥ ദിശാബോധത്തോടെ നമുക്ക് മുന്നേറാം. ഒരു ലക്ഷ്യസ്ഥാനം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ എത്തുവോളം അവന്റെ കരം നമുക്ക് പിന്നാലെയുണ്ട്. ആ ദൈവകരത്തിൽ ആശ്രയിക്കാം, മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന ആശംസയോടെ സമയമനുവദിച്ചെന്ന ദൈവദാസന്മാരോട് നന്ദി അറിയിച്ച് എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന ഇന്ന് രാത്രി നാം കേട്ട് സ്തുതിപ്പാനായിട്ട് ഇടയായി തീർന്നല്ലോ. ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് പ്രഭാതത്തിൽ കടന്നു വരുവാൻ കൊണ്ട് കർത്താവ് കൃപ ചെയ്തു. നിങ്ങളൊക്കെ കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദേവദാസന്മാരുടെ ഒരു നീണ്ട നിര ഇവിടെ ഉണ്ടല്ലോ. ആമേൻ. ഇന്ന് രാത്രിയിൽ എല്ലാവരും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് കുഞ്ഞോൻ പാസ്റ്റർ ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു സജീവ സാന്നിധ്യമാണ്. സോമൻ പാസ്റ്റർ കുടുംബം അവരും അപ്രകാരം തന്നെ. അതുപോലെ ജിതിൻ പാസ്റ്റർ ശുശ്രൂഷയിൽ സഹകരിച്ചിട്ടുണ്ട്. മറ്റ് ഷിബു പാസ്റ്റർ, അതുപോലെ പ്രിയ സുനിൽ പാസ്റ്റർ, മറ്റ് എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഷാജി അച്ഛനും പ്രിയ കുഞ്ഞമ്മയാൻ്റെയും ഒക്കെ ഏറെ പ്രിയപ്പെട്ടവരാണ്. അവിടെ പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകളൊക്കെ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. വിശേഷാൽ അവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഭവനത്തിൽ എനിക്ക് കടന്നു വരുവാൻ കർത്താവ് അവസരം ഒരുക്കിയത്. കോമ്പസ് മിനിസ്ട്രി മുഖാന്തരം ഞങ്ങൾക്കിങ്ങനെ ആഴമായ ബന്ധം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ കർത്താവ് ഒരുക്കി തന്നതോർത്ത് ദൈവത്തിന് ആമേൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ ആൻ്റണി ചാനെ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്.
പ്രിയ അച്ഛൻ പരിചയപ്പെടുത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ ഇടയായത് പ്രിയ ലിജോയുടെ ഫാദറാണ് ലിജോ ആൻ്റണി. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ കർത്താവ് അവസരം ഒരുക്കി. 2010-15 കാലഘട്ടത്തിൽ മണക്കാലയിൽ ദൈവത്തിൻ്റെ വചനം എനിക്ക് വളരെ അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രിയപ്പെട്ടവനാണ് പ്രിയ ലിജോ. പ്രത്യേകിച്ച് ആ കുടുംബം ചില വേദനാജനകമായ സാഹചര്യത്തിൽ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുകയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയ ആൻറ്റിക്ക് ദൈവം പരിപൂർണമായി വിടുതൽ നൽകട്ടെ എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ തന്നെ പ്രിയ ലിജോയുടെ സഹോദരി ലീന, അവരുടെ മദറിനിലോ ക്ലാര, പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങളുടെ കൂട്ടായ്മയുടെ സജീവ സാന്നിധ്യമാണ്. വാത്സല്യ കുടുംബത്തെയൊക്കെ പരിചയപ്പെടാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അവരെയും കർത്താവിൻ്റെ നാമത്തിൽ അവസരത്തിൽ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്കും കുടുംബമായിട്ട് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഏറെ സന്തോഷമുണ്ടെങ്കിലും അപ്പോൾ തന്നെ പ്രിയ സോമൻ പാസ്റ്ററിൻ്റെ രോഗാവസ്ഥയിൽ ഞങ്ങൾക്ക് വളരെ ഭാരവും പ്രയാസവും ഉണ്ടായെങ്കിലും ഇത്രത്തോളം കർത്താവ് ബലപ്പെടുത്തി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെയും കർത്താവിടുന്ന് ബലപ്പെടുത്തി. ദൈവമക്കളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിനെല്ലാം പിറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. കോമ്പസ് മിനിസ്ട്രി ഒന്നടങ്കം അങ്ങനെ വിശ്വസിക്കും. കാരണം കഴിഞ്ഞ നാളുകളിലെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അങ്ങനെ തന്നെയാണ്. ആമേൻ. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേലയിൽ മുമ്പിൽ നിൽക്കുന്നവർക്ക് എപ്പോഴും പ്രയാസങ്ങളുണ്ട്. ഞങ്ങളുടെ മീറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പല ശുശ്രൂഷകളും ഞാൻ എൻ്റെ അസാന്നിധ്യത്തിൽ കർത്താവിൻ്റെ ദാസൻ സോമൻ പാസ്റ്ററാണ് അത് നിർവഹിക്കുന്നത്. കുഞ്ഞോൻ പാസ്റ്ററും പല സന്ദർഭങ്ങളിൽ അത് ചെയ്തു വരുന്നു. പ്രത്യേകിച്ച് പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, വളരെ ഹൃദയത്തിനകത്ത് വളരെ ഭാരമുളവാക്കിയൊരു ചോദ്യമുണ്ട്. ഈ കർത്താവിൻ്റെ വേലയ്ക്ക് മുമ്പിൽ നിൽക്കുന്നവർക്കാണല്ലോ ഈ പ്രയാസമെല്ലാം വരുന്നത്. ഇത് പറയുമ്പോൾ ഞാനും കഴിഞ്ഞ നാളുകൾ അനുഭവത്തിൽ കൂടെയൊക്കെ കടന്നുപോയൊരു വ്യക്തിയാണ്. കാരണം എൻ്റെ പിതാവ് എന്നോടൊപ്പം ഉണ്ട്, മാതാവ് എന്നോടൊപ്പം ഉണ്ട്, മക്കളും എന്നോടൊപ്പം ഉണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബം കടന്നുപോയ സാഹചര്യങ്ങൾ അത് വേദനാജനകമായ സാഹചര്യം. എൻ്റെ മാതാവ് ICUവിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. ബ്രെയിൻ ഹാമറേജ് സംഭവിച്ച് ചില ദിവസം ICUവിൽ കിടക്കേണ്ടി വന്നു. കർത്താവ് വിടുവിച്ചു. പിതാവ് ഭവനത്തിൻ്റെ ചിമ്മിനിയിൽ നിന്ന് താഴേക്ക് വീണ് തൻ്റെ 2 കൈ ഒടിഞ്ഞു, കാലും ഒടിഞ്ഞ് ആള് തീർന്നതാണ്. പക്ഷേ കോമ്പസ് മിനിസ്ട്രി ഞങ്ങളെല്ലാവരും ഒന്നടങ്കം പ്രാർത്ഥിച്ചു. കർത്താവ് ഇന്ന് ഈ ബോംബെയിൽ കടന്നു വരാൻ, ആമേൻ, ഒത്തിരി നാളൊന്നും ആയില്ല, ഡിസംബർ മാസം 3-ാമത്തെ ആഴ്ചയാണ് സംഭവിച്ചത്. പക്ഷേ ഈ കാര്യത്തിന് വേണ്ടി തുനിഞ്ഞപ്പോൾ പോരുന്നുണ്ടെന്ന് ചോദിച്ചു. പോരുന്നുണ്ടെന്ന് പറഞ്ഞു. ആമേൻ. ഇന്ന് ഇവിടെ കടന്നു വരാൻ, പ്രത്യേകിച്ച് ബോംബെയിലൊന്നും വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ കടന്നു വന്നത്. പ്രത്യേകിച്ച് ആ ഒരു അനർത്ഥം, അത് വ്യസനത്തിന്, ഞങ്ങളുടെ ഭവനത്തിൽ 2025 മരണത്തിൻ്റെ ആമേൻ അടയാളമായ കറുത്ത കൊടി കെട്ടേണ്ടതാണ്. പക്ഷേ ദൈവം ഞങ്ങൾക്ക് ആമേൻ വിടുതൽ തന്നു. ദൈവത്തിന് സകല മഹത്വം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ശുശ്രൂഷയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ പല പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോഴും പ്രശ്നം മാറിയിട്ടില്ല. എൻ്റെ മകൻ ജെർമിയ വ്യത്യസ്തമായൊരു അസുഖം, ഇതുവരെ ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല. കഴിഞ്ഞ മാർച്ച് മാസം 4-ാം തീയതി മുതൽ ഭക്ഷണം കഴിക്കുന്നില്ല. പല ഹോസ്പിറ്റലുകളിലൊക്കെ ഞങ്ങൾ മാറി മാറി കടന്നു ചെന്നു. ഒടുവിൽ രാജഗിരി ഹോസ്പിറ്റൽ വരെ എത്തി. ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പല ദൈവദാസങ്ങൾ പറഞ്ഞു ഇതൊരു പോരാട്ടമാണ്, ശുശ്രൂഷയോടുള്ള വെല്ലുവിളിയാണ്. പല ആലോചനകൾ ഞങ്ങൾക്ക് നേരെ വന്നു. ഭക്ഷണം കഴിക്കുന്നില്ല. സുജാമൊക്കെ നേഴ്സിംഗ് സൂപ്രണ്ടൻ്റ് അല്ലേ, ആ നിലകളൊക്കെ ഒത്തിരി പരിചയമുണ്ട്. ഞങ്ങളൊക്കെ ഒത്തിരി ബലപ്പെടുത്തിയെങ്കിലും കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ല. ഇതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോൾ കാര്യം എന്താണെന്ന് അറിയണം. ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റൽ വരെ എത്തി. അതിന് ബേരിയം സോളോ ടെസ്റ്റ് വരെ ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇതുവരെ ഡോക്ടർമാർ പറഞ്ഞ ഒരു കുഴപ്പമില്ല. പക്ഷേ അവന് സ്വോളോയിങ് ഡിഫിക്കൽറ്റി, ഭക്ഷണം കഴിച്ചിറക്കാൻ കഴിയുന്നില്ല. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ ഭാരം. കുഞ്ഞ് വളരെ നല്ല ശരീരമൊക്കെ ഉള്ള കുഞ്ഞായിരുന്നു. ഇപ്പോൾ ആകെപ്പാടെ അങ്ങ് ക്ഷീണിച്ച്, ഇപ്പോഴാണ് അല്പമൊക്കെ മെച്ചപ്പെട്ടത്. ഞാൻ പറഞ്ഞത് ഭക്ഷണം കഴിക്കാതിരുന്ന കുഞ്ഞ് ഇപ്പോൾ ശുശ്രൂഷയ്ക്കകത്ത് ഞങ്ങൾക്ക് തളർത്താൻ, ഞങ്ങളെ വെല്ലുവിളിക്കുന്ന ഒത്തിരി പ്രയാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നേരിട്ടെങ്കിലും അനവധി ദൈവമക്കളുടെ പ്രാർത്ഥന, ദൈവദാസന്മാരുടെ പ്രാർത്ഥന, സോമൻ പാസ്റ്റർ ഉൾപ്പെടെ, കുഞ്ഞോൻ പാസ്റ്റർ ഉൾപ്പെടെ, ദൈവദാസന്മാരുടെ സുജാമാമ്മ, കുഞ്ഞമ്മയാൻ്റെ ഒക്കെ വളരെ പ്രാർത്ഥിക്കുന്ന ആമേൻ ഒരു പോരാളിയാണ്, പ്രാർത്ഥന പോരാളികൾ. നിങ്ങളെല്ലാം പ്രാർത്ഥനയാണ് ഈ ശുശ്രൂഷയെ മുൻപോട്ട് നയിച്ചത്. ഞാൻ ഇത് പറയാൻ കാരണം പ്രിയ സോമൻ പാസ്റ്റർക്ക്, കുഞ്ഞമ്മയാൻ്റെയൊക്കെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ഭാരങ്ങൾ ചെറുതല്ല. ഇന്ന് രാത്രി നാം ഇവിടെ ഒരുമിച്ചായിരിക്കുമ്പോൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആമേൻ, കർത്താവിന്റെ ദാസന്റെ സന്ദേശത്തിന്റെ പ്രാരംഭ ഭാഗം ഇതാ. ആമേൻ, അത് കേട്ടിട്ട് ആർക്കും ഒരു ചലനം ഉണ്ടായില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ന് രാത്രി നാം കേൾക്കേണ്ട ഒരു സന്ദേശമാണ് കേട്ടത്. കാരണം എല്ലാ നാമത്തിലും മേലായ നാമം, അത് ഏത് നാമമാ? യേശുവിന്റെ നാമമാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ നാമത്തിന്റെ മഹത്വത്തോടെ വെളിപ്പെട്ടാൽ അത് സൗഖ്യമായി മാറുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തോണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. എത്ര പേരോട് ചേർന്ന് വിശ്വസിക്കുന്നുണ്ട്? കർത്താവിന്റെ ദാസൻ വചനം ശുശ്രൂഷിച്ച് അവസാനിപ്പിച്ചതേ ഉള്ളൂ. ആ അന്തരീക്ഷം ഒട്ടും കളയാതെ നാം ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അതിപ്രധാനമായി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോകുക. കാരണം എന്നറിയാമോ? പെന്തക്കോസ്തിന്റെ ശക്തിക്ക് ആമേൻ അപജയം സംഭവിച്ചിട്ടില്ല.
പെന്തക്കോസിന്റെ ശക്തി ചോർന്നിട്ടില്ല. ആദിമ നൂറ്റാണ്ടിൽ മർക്കോസിന്റെ മാളികമുറിയിൽ അഭിഷിക്തന്മാർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവിടെ നടുവിൽ വെളിപ്പെട്ട് വന്ന ആ പെന്തക്കോസിന്റെ ശക്തി ഇന്നും അത് നമ്മുടെ മേൽ പകരാൻ ദൈവം ശക്തൻ. എത്ര ചേർന്ന് വിശ്വസിക്കുന്നുണ്ട്? കരമുയർത്തിയ നാമൻ പറഞ്ഞേ ഹല്ലേലൂയ. ആ ശക്തിക്ക് ഇന്ന് ബലക്ഷയം സംഭവിച്ചിട്ടില്ല. ബലത്തിന്റെ വല്ലഭത്വം ഇന്ന് രാത്രിയിലും വെളിപ്പെടുത്താൻ ദൈവം ശക്തനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി അല്പസമയങ്ങൾ ആരാധിപ്പാൻ വേണ്ടി ഒന്ന് സമയത്തെ വേർതിരിച്ചേ. ആരും മൗനമാൻ ആദരങ്ങൾ തുറന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ, ആത്മനിറവോടെ പ്രാർത്ഥിക്കാൻ. പെന്തക്കോസ്തിന്റെ ശക്തി ഇന്ന് രാത്രി അത് ബലക്ഷയം സംഭവിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആദരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. ആദിമ നൂറ്റാണ്ടിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവം ഹല്ലേലൂയ തന്റെ ദാസന്മാർക്ക് നടുവിൽ വലിയവ ചെയ്തെങ്കിൽ ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിൽ ചെയ്തെടുക്കാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവനകത്തുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി എല്ലാ ദൈവമക്കൾ ആദരങ്ങൾ തുറന്ന് അല്പസമയം, എനിക്കറിയാം ശബ്ദത്തിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എങ്കിലും പരിജ്ഞാനത്തോടെ അല്പസമയങ്ങളൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. പ്രധാനപ്പെട്ട ചില വ്യക്തികൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ പ്രിയപ്പെട്ട അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. പ്രത്യേകിച്ച് ഈ ഭവനത്തിൽ കർത്താവിന്റെ ദാസി കുഞ്ഞമ്മയാൻറ്റി നമുക്കറിയാം വീൽ ചെയറിൽ ഇരുന്ന് അനുഗ്രഹിക്കപ്പെടുന്ന നിലകളിൽ ആരാധനകൾ നേതൃത്വം കൊടുത്തു. കഴിഞ്ഞ നാളുകളിലൊക്കെ പല സ്റ്റേജുകളിൽ കടന്നു ചെന്ന് പാടിയ ദൈവത്തെ മഹത്വപ്പെടുത്തിയ കർത്താവിന്റെ ദാസിയ. ഇങ്ങനെ ഇരിക്കേണ്ടതല്ല. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആമേൻ ഹല്ലേലൂയ. ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്തൊരു അമ്മച്ചിയുണ്ട്, ഏലിയാമ്മ അമ്മച്ചി. അതിൽ ഉള്ളവർക്ക് അറിയാം, വളരെ ഊർജ്ജസ്വല നിൽക്കുന്ന അമ്മച്ചിയാണ്. ഞങ്ങളിങ്ങോട്ട് പോരുമ്പോൾ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ 10 പേര് കൂടി വട്ടം കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഇവിടെ അത്ഭുതം നടക്കുമെന്ന്. ഞാൻ അത് വിശ്വസിച്ച് ആമേൻ പറയാനിടയായി. സ്തോത്രം. അമ്മച്ചി വളരെ തീക്ഷ്ണതയുള്ള അമ്മച്ചിയാ. കുഞ്ഞോമ്പാശക്കൊക്കെ അറിയാം. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഇങ്ങനെ പറഞ്ഞത്, സോമംപാസ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു 10 പേര് ചേർന്നിരുന്നെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി, ആ ബ്ലോക്ക് എല്ലാം മാറുമെന്ന്. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറഞ്ഞത് ആമേൻ പ്രിയ മാതാവിന്റെ വാക്കുകളാണെങ്കിലും സ്തോത്രം, ഞാനത് ഏറ്റെടുപ്പാൻ ഇടയായി. ഇന്ന് രാത്രി ഒരു സൗഖ്യനകം നടക്കണം. ആമേൻ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13 മുതൽ ഇങ്ങനെ വായിക്കും, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടരുത്. നിങ്ങൾ ധീരമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ചേർന്നത് പറഞ്ഞ്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഈ വചനം ദൈവത്തിന്റെ ആത്മാവിന് എഴുതപ്പെട്ട വചനമാകയാൽ ഇന്ന് രാത്രി ദൈവം നമ്മെ നീതീകരിച്ചിരിക്കുന്നവരല്ലേ? ആമേൻ. നമ്മളെല്ലാവരും നീതിമാന്മാരാക്കി ദൈവം മാറ്റിയിരിക്കുക. ആമേൻ. അവിടുത്തെ ആമേൻ ഹല്ലേലൂയ രക്തത്താൽ നമ്മളെല്ലാവരും ആമേൻ ശുദ്ധിയുള്ളവർ. ഇന്ന് രാത്രി ആമേൻ കുറവുള്ളവരായിട്ടിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കും. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ഇതിനകത്ത് രോഗശാന്തി വെളിപ്പെടുന്ന തടസ്സമായി എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ക്ഷമിക്കണം, എന്നോടൊന്ന് എന്നെ കഴുകണമേ, ശുദ്ധീകരണം പ്രാർത്ഥിച്ചേ. കാരണം വചനം പറയുന്നത് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്ത് ചെയ്യുക? വളരെ ഫലിക്കുക. ആമീൻ. നമുക്ക് ഉറപ്പിന് വേണ്ടി അടുത്ത ഒരു കാര്യം പറയാ. ഏലിയാവ് നമുക്ക് ആരാ? സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരം 6 മാസം എന്ത് ചെയ്തില്ല? ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് എന്ത് ചെയ്തു? മഴ പെയ്ത് ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. സ്തോത്രം. നമ്മുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കുക. ഏതാ? ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദേശത്ത് മഴ പെയ്തില്ലെന്ന്. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? അടയപ്പെട്ട ആകാശം തുറന്ന് മഴ പെയ്തെങ്കിൽ പ്രാർത്ഥനയ്ക്കകത്തൊരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ഇന്ന് രാത്രി എന്റെ മേലും പ്രാർത്ഥനയുടെ ആത്മാവിനെ പകർന്നിരിക്കുന്ന വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ഓ ഹല്ലേലൂയ. നാം കേട്ട വചനത്തെ ഇന്ന് രാത്രി മുൻനിർത്തി പ്രാർത്ഥിക്കാൻ പോകുക. നമ്മുടെ ദൈവം കേവല വിഗ്രഹമല്ല. നമ്മുടെ ദൈവം വിളിച്ചാൽ വിളി കേൾക്കാത്തവനല്ല. നമ്മുടെ ദൈവം മൗനമായിരിക്കുന്നവനല്ല. കൈയുണ്ടെങ്കിലും അനക്കാതിരിക്കുന്നവനല്ല. ഇന്ന് രാത്രി നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ അവസ്ഥകളെ അറിയുന്ന ദൈവമുണ്ട്.
ഓ റബു ശമന ഘടകധനകസ്യാധന. കർത്താവദാസൻ പറഞ്ഞ പോലെ നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, ഹല്ലേലൂയ, അതെന്തൊക്കെയാണെന്ന് ദൈവത്തിന് അറിയാം. ഈ രാത്രി നമ്മളെ ദൈവാത്മാവ് ഇന്ന് രാത്രി ബോധ്യം വരുത്താൻ പോകുകയാണ്. ആമേൻ. എന്റെ ശുശ്രൂഷ എന്നതിലേക്ക് ആമേൻ ഹല്ലേലൂയ നിശ്ചയമുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് ശുശ്രൂഷ ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ബോധ്യമുണ്ടല്ലോ. അത് പൂർത്തീകരിക്കാതെ നിങ്ങളുടെ കണ്ണടയാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി അല്പം പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ആമേൻ സാരമാക്കേണ്ട, ഇതൊക്കെ അങ്ങ് മാറിപ്പോകും. ദൈവം സൗഖ്യം തരാൻ ശക്തനാ. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടയട്ടെ. ഓ റാബ ശമന ഹതുര രഗൽഖരാധന റിബലഘടകധനകശ്യാന്ധന. എല്ലാ നാമത്തിലും മേലായ എല്ലാ നാമത്തിലും മേലായ ഭക്തർജനം വാഴ്ത്തും നാമം. എല്ലാ മുഴക്കാലും മടങ്ങിടും തീരും വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴക്കാലും മടങ്ങിടും തീരും വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴനിക്കുമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴനിക്കുമ്പനാമം. പരിഹാരാദ്യം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാദ്യം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമത ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനമാം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനമാം പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴനിക്കുമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴനിക്കുമ്പനാമം. ഭൂതബാധിതർക്കും അനാബാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും അനാബാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും മൂടർക്കും കുഷ്ഠരോഗികൾക്കും വിടുതനെ നൽകും നാമം. കുരുടർക്കും മൂടർക്കും കുഷ്ഠരോഗികൾക്കും വിടുതനെ നൽകും നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴനിക്കുമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴനിക്കുമ്പനാമം. തന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കരിഞ്ഞ നാമം. എണ്ണമില്ല പാപം കരിഞ്ഞ നാമം. എന്നേക്കുമായി മായ്ച്ചുത ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന വീടെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴനിക്കുമ്പനാമം. 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 ശ്രീയേശു
വിടുതലെ നൽകുന്ന വിടുതലെ നൽകുന്ന കുരുടർക്കും മുഴന്തർക്കും കുഷ്ഠരോഗികൾക്കും വിടുതലെ നൽകുന്ന വിടുതലെ നൽകുന്ന എല്ലാ പ്രിയപ്പെട്ട കാര്യങ്ങളെ ഒന്ന് കൊടുത്തു പിടിച്ചാട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രാരംഭമായിട്ട് കർത്താവിന്റെ ദാസി കുഞ്ഞമ്മ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആമേ കർത്താവിന്റെ ദാസന്റെ ഉപാസെ ആമേ പ്രിയ ഉപാസ കരം വെച്ച് ആമേ കർത്താവിന്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഉപാസെ ആമേൻ ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ കണ്ണുകളും അടച്ച് ആമേൻ ആമേൻ ഹല്ലേലൂയ. ബാക്കിയുള്ളവരുടെ കാര്യങ്ങളെ ഒന്ന് കൊടുത്തു പിടിച്ച് ഈ ആത്മീക അന്തരീക്ഷം തണുത്തു പോകാം. അന്ന് രാത്രി ആമേൻ ശക്തിയോടെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ കർത്താവിന്റെ ദാസിക്ക് തലയിൽ ഒന്ന് കരം വെച്ച് ആമേൻ ഹല്ലേലൂയ. ശിവപാസ്റ്റർ ആമേൻ ചെന്നാട്ടെ. ആമേൻ ഹല്ലേലൂയ. ആമേൻ നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തില്. ആമേൻ ഹല്ലേലൂയ. ആമേൻ 2025 ആമേൻ ഹല്ലേലൂയ. ആമേൻ അത്ഭുതത്തിന്റെ വർഷമായി തീരട്ടെ. ഓ ദൈവപ്രവൃത്തിയുടെ വർഷമായി തീരട്ടെ. ദൈവമഹത്വത്തിന്റെ വർഷമായി തീരട്ടെ. ആമേൻ എല്ലാവരും ഇരുന്നല്ല ഞാൻ പാടുന്നത്. ആമേൻ ഇരുന്നല്ല ഞാൻ ശുശ്രൂഷിക്കേണ്ടത്. ആമേൻ ഓടി നടന്ന് ശുശ്രൂഷിക്കുവാൻ വേദിയിൽ നിന്ന് അടുത്ത വേദിയിലേക്ക് പോയി ആമേൻ കർത്താവിന് വേണ്ടി ആമേൻ ശക്തിയോടെ ശുശ്രൂഷിപ്പാൻ ശമന അതിന് ശബ്ദം വരട്ടെ. അല്പസമയം എല്ലാവരും ആദരങ്ങൾ തുറന്ന് ആത്മാവിന് ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി രോഗസൗഖ്യമുണ്ട്. ആമേൻ വിശ്വസിക്കുന്നവരെ അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരെ അത്ഭുതങ്ങൾ നടക്കും. ആമേൻ ഇന്ന് രാത്രി ശക്തിയോടെ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നടുവിന്റെ എല്ലാ വേദനകൾ ആമേ അസ്ഥി സംബന്ധമായ കെട്ടുകൾ രോഗാത്മാവിന്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ആമേ ദൈവസഭ ഒന്നടങ്കം ഇന്ന് രാത്രി ശക്തിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേ ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ അടയാളങ്ങൾ വെളിപ്പെടട്ടെ. ആമേ ദൈവമഹത്വം വെളിപ്പെടട്ടെ. ഓ റബ ഹതുന രഹസ്യാധന. Thank you, Lord. Rigala haduna jagana shamana hature rivala gadagada nagasiya rigala isharaba hadiriyada nagasiya udambana hature rigal khara dhana ribaba shamana hadura rigala hadure jagal khara dhana diyandhana vardhamana gadagada nagasiya o hara baba baba shandhana daradhana rigala jana radha riba raga siyandhana ഓ റബബബബ ശഖരാധല ധീരവാനവാസിയ ചൂടക്കടം ധരക ശമനം കടകധനം ദുരാജനവ അടമനഗതനകസിയാന്ധന. ഹല്ലേലൂയ. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സോമൻ പാസ്റ്റർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാ ഇന്ന് രാത്രി. കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ദൈവദാസൻ കുഞ്ഞോൻ പാസ്റ്റർ ജീവൻ പാസ്റ്റർ വന്നാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവിന്റെ ദാസന് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി ദൈവം നമുക്ക് ഇങ്ങനെ ആമേൻ അവസരം തന്നത് കർത്താവിന്റെ ദാസനെ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ആമേൻ ഹല്ലേലൂയ ഈ പ്രാർത്ഥനയിൽ ആമേൻ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ശുശ്രൂഷിപ്പാൻ അവസരം ഒരുക്കിയല്ലോ. ആമേൻ. കടന്നു വന്നത് വൃഥാവായി പോകത്തില്ല. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസന്റെ മേലെ എല്ലാ കരങ്ങളും കോർത്ത് പിടിച്ച് ശക്തിയോടെ പ്രാർത്ഥിക്കുക. ഓടാമാന ഹദര ജഗന ശമന വൈഡൽ പ്രമാണകസിഹ. ആമേൻ. തളർന്നു പോകാൻ അനുവദിക്കരുത്. ആമേൻ. ക്ഷീണിച്ചു അനുവദിക്കരുത്. ആമേൻ. യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. എല്ലാ ബ്ലോക്കുകളും നിർവീര്യമാകട്ടെ. ദൈവമഹത്വം വെളിപ്പെടട്ടെ. ശരീരത്തിന്റെ മേൽ ആമേൻ രോഗം വാഴാൻ അനുവദിക്കരുത്. ദൈവശക്തി വ്യാപരിക്കണം. കർത്താവിന് വേണ്ടി ഓടേണ്ട കാലുകൾ, കർത്താവിന് വേണ്ടി ആമേ അധ്വാനിക്കേണ്ട ദൈവമനുഷ്യൻ
ആമേൻ ദൈവമഹത്വം വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് പലരെ രോഗിയാക്കുവാൻ ശത്രു വെല്ലുവിളിച്ചു, ദൈവം ജയം തന്നു. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസനെതിരെ ശത്രു വെല്ലുവിളിക്കുമ്പോൾ ആമേൻ ഞങ്ങൾ ഒന്നടങ്ങ് രാത്രി പ്രാർത്ഥിക്കുകയാ. അടഗമന ഹന്തന റഗൽ ഗമനഗസിയാധന, ആ രോഗാത്മാവിന്റെ വ്യാപാരം ഈ രാത്രി യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ആമേൻ. ദൈവശക്തി വ്യാപരിക്കട്ടെ. അഭിഷിക്തന്മാരെ ഞങ്ങൾ ഒരുമിച്ച് കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ദാസനെ ദൈവം വിടുവിപ്പാൻ ശക്തനാ. ഹല്ലേലൂയ. ആമേൻ. സാഹചര്യങ്ങളൊക്കെ വിരോധമാണെങ്കിലും, ആമേൻ ഹല്ലേലൂയ, ആമേൻ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ വിരോധമാണെങ്കിലും, ആമേൻ ഞങ്ങളിതിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാ. ദൈവമഹത്വം വെളിപ്പെടുവാൻ, ആമേൻ ദൈവഹിതമല്ല തന്റെ ശരീരത്തിൽ കത്തിവെക്കാൻ അനുവദിക്കരുത് യേശുവിന്റെ നാമത്തിൽ. ഊടമാന വൗഡമാന ശബ്ദരാജ വൈഡമാന റീഗൽ ഖരാധന റീവൽ ഖമനഗസിയ, മാനസികമായി ആമേ കർത്താവ് ശക്തീകരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാ. അടാജാൽ ആദരാധികൾ ഖര വൈഡപ്രവാന ഋണവലഗതനഗസിയാധന, ദൈവമഹത്വം ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. രോഗസൗഖ്യത്തിന്റെ മക്കളുടെ അവകാശമാകിയാൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദിശാബോധമുള്ളവരായി ഞങ്ങൾ അങ്ങക്ക് മഹത്വം കൊടുക്കുന്നവരും അങ്ങയുടെ പ്രവൃത്തിയെ തികയ്ക്കുന്നവരും, ദൈവമേ നിന്റെ ജനത്തെ സ്നേഹിക്കുന്നവരുമായിരിക്കാൻ ഞങ്ങൾക്ക് ഉപദേശം നൽകിയല്ലോ. ദിശാബോധമുള്ളവരായി മുന്നേറുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കും. ഈ സന്ധ്യാവേളയിൽ കേരളത്തിൽ നിന്ന് ദാസന്മാരെ കൂട്ടിക്കൊണ്ടുവന്നതിനാൽ നന്ദി പറയുന്നു. അവരുടെ യാത്രയിലുടനീളം നീ കൂടെ ഇരുന്നുവല്ലോ. ദൈവമായ കർത്താവ് ഇവിടെ ആയിരിക്കുന്ന ദിവസങ്ങളിൽ കർത്താവ് അവരെ പരിപാലിക്കണം. പ്രത്യേകാൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ബാലാരിഷ്ടമൊക്കെ അവരെയും വിടിവിക്കണം. ഇവിടുത്തെ സാഹചര്യങ്ങൾ, ക്ലൈമറ്റുകൾ പ്രതികൂലമായി ബാധിപ്പാനിടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കും. പ്രിയ സോമൻ ഭാഷയ്ക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അവർ നേരിടാൻ പോകുന്ന വലിയ ആമേൻ ആ ദൗത്യം കർത്താവെ സന്തോഷകരമായി തികയ്ക്കുവാൻ ഞങ്ങളുടെ ദാസന്റെ ശരീരത്തിനും ആ ഹൃദയത്തിനും വേണ്ട ബലം കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പ്രിയ കുഞ്ഞുമസ്സുക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കും. ഷാജി പാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോഴിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കും കുഞ്ഞുങ്ങൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കും. കരുണയിൽ കൃപയിൽ നിറയ്ക്കും. പ്രത്യേകാൽ വിവാഹത്തിലേക്ക് കടക്കുവാൻ പോകുന്ന പ്രിയ പൈതൽ ജസ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നിശ്ചയം ചിരിക്കുന്ന പെൺകുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അത്ഭുത മന്ത്രിയെ, വീരനാം ദൈവമേ, സമാധാന പ്രഭുവേ, സകലത്തിൻ്റെ ഉടയവനെ, അങ്ങയാൽ കഴിയാത്തത് വല്ലതുമുണ്ടോ? ഓ ഹല്ലേലൂയ. അങ്ങ് അത്ഭുത മന്ത്രിയാണല്ലോ കർത്താവ്. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേൾക്കുന്നു. ഇന്ന് ഞങ്ങൾ അനേക വിഷയങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും അവിടുന്ന് കേട്ടതിനാൽ നന്ദി. വചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസനെ ഒരിക്കൽ കൂടെ ഓർക്കുന്നു. പക്ഷസ്യവിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടി എല്ലാ ദൈവമക്കൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ അയൽവാസികളെ, പ്രത്യേകാൽ ഈ സൊസൈറ്റിക്കായി ഇവിടെയുള്ളതായ ജനങ്ങളെല്ലാം പൊന്നുകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഉണ്ടായതായ ദൈവമേ ഞങ്ങളുടെ സ്തുതി, സ്തോത്ര, ഹല്ലേലൂയ ശബ്ദങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ തന്നെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദയമൂലം കേൾക്കണമേ. സ്വർഗ്ഗമേ, നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. നമ്മുടെ കർത്താവിൻ്റെ രക്ഷകമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഓരോ ദിനവും നമ്മെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും കൂടെ ഇരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസം നാം ഏവരോടും പ്രത്യേകാലി ഭവനത്തോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത ഉണ്ടായിരിക്കുമാറാകട്ടെ. ജയം തന്ന കർത്താവിന്റെ കരം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾക്കായി സമാധാനത്തോടെ ആയിരിക്കാൻ കർത്താവിനെ ബലപ്പെടുത്തും.